Hi guys, so welcome to our new podcast. ഇത് വളരെ ഡിഫറെന്റ് സെറ്റപ്പ് ആണ്. എല്ലാരും ബ്ലാങ്കിന്റെ അടിയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കാണ്. കാരണം നമ്മളിപ്പോ മൂന്നാറിലാണ്. കിഡ്ലൻ റിസോർട്ടാണ്, ഒരു നേച്ചർ സോൺ എന്ന് പറഞ്ഞ റിസോർട്ട്. ട്രീ ഹൗസിലായിരുന്നു. സോ മരത്തിന്റെ മുകളിലിരുന്നാണ് എന്തൊക്കെ പോഡ്കാസ്റ്റ്. ഇതിന് മുമ്പ് ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്ത ചൈനയെ വെച്ച് ചെയ്തു. ഇപ്പൊ മരത്തിന്റെ പുറത്തിരുന്ന് ചെയ്യുന്നു. അടുത്തത് എവിടെയായിരിക്കും? അതെ. സോ ഗൈസ്, നമ്മള് നമ്മുടെ പുതിയ എരേനെ കിട്ടിയിട്ടുണ്ട് പോഡ്കാസ്റ്റിന്. കഴിഞ്ഞിട്ട് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. സോ പരിചയമില്ലാത്തവർക്ക് ഇത് ലിബിൻ വില്യംസ്. ഹായ് പറ. സോ ലിബിനെ ആക്ച്വലി ഞാൻ പരിചയപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 2020 പരിചയപ്പെട്ടതാണ്. വലിയ സംഭവമായിരുന്നു. അല്ല, പരിചയപ്പെട്ടപ്പോ സാധാരണ വെറുതെ വന്ന് പരിചയപ്പെട്ടതല്ലേ? അല്ല, ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തൊക്കെ നോർമലി വന്ന് മീറ്റ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും മീറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വന്നിട്ട് നമ്മള് പറഞ്ഞു പോയിട്ടുള്ളൂ. ശരിക്കും ലിബിൻ നമ്മുടെ OHFന്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയൊരു സെറ്റപ്പാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഓർമ്മ കാണും, ഞങ്ങളുടെ ചാനൽ റഷ്യയില് വെച്ച് ഹാക്ക് ആയിരുന്നു. സോ യുക്രൈനിൽ വെച്ച് റഷ്യ വെച്ച് ഹാക്ക് ആയപ്പോ ഞങ്ങൾ ഒരു ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടൈമിൽ, ഞാൻ എല്ലാ ഹോപ്പും കളഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മുടെ ചാനലിൽ വീണ്ടെടുത്ത് തന്നതിൽ മെയിൻ പങ്ക് മിസ്റ്റർ ലിബിൻ വില്യംസിനാണ്. അതിന് മുന്നേ നമുക്ക് വേറൊരു ഇതുണ്ട്. ഫോൺ പോയത്, ഫോൺ മറ്റേ കൊണ്ടുപോകാൻ നോക്കിയത്. നമ്മൾ അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യണത് രാത്രി. ഞാൻ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടാണ്. ഇല്ല അപ്പോഴേക്കും നമ്മൾ ഓൾറെഡി അതുകൊണ്ടാണല്ലോ ലിബിനോട് പറയാൻ പറ്റിയത്. വേറൊരു സംഭവം ഉണ്ട്. നമ്മള് ദുബായിന്നല്ലേ? ദുബായിന്ന് ലിബിന്റെ ഫ്രണ്ടിനും എനിക്കും. അല്ല, ഫസ്റ്റ് നമ്മള് മറ്റേ ഇതായിരുന്നു, ഡ്രോൺ കൊണ്ടുവന്നാണ് ഫസ്റ്റ്. മീറ്റ് ചെയ്തില്ല, ജസ്റ്റ് വന്ന് കൊണ്ട് തന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഫോണിന്റെ കാര്യം വന്നപ്പോഴും ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. അല്ല, ഞാനല്ല, എനിക്ക് ഇങ്ങനൊരാള് വരുന്നുണ്ട് ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതൊരു സംഭവം. ഞങ്ങള് ദുബായിന്ന് ഫോൺ ഞാൻ വാങ്ങി. അപ്പൊ ഞാൻ ലിബിനോട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ലിബിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. ഫ്രണ്ടിന്റെ കസിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ കസിന്റെ ഫ്രണ്ടാണ്. എന്തോ ഫ്രണ്ട്. അതെ, ഫ്രണ്ട്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തതിന് ശേഷം അവര് ഫോൺ എടുക്കുന്നില്ല. എന്നാലും ഞങ്ങളുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. രണ്ട് ഫോണുണ്ട്, ഒന്ന് എന്റെ ഫ്രണ്ടിന്റെ ഫോണും ഫോണും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫോണൊക്കെ എടുത്തു. എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും അവര് പറഞ്ഞു ചെറിയ എന്തോ പ്രശ്നമുണ്ട്, അവിടെ ഫോൺ പിടിച്ചു വെച്ചു, ഇനി എന്തോ പൈസ കൊടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു ഫോൺ എന്തിനാ അവിടെ പിടിക്കുന്നത്? അപ്പൊ നമ്മള് പറഞ്ഞു, അവര് പറഞ്ഞു പാസ്പോർട്ടിൽ എന്തോ എഴുതി കൊടുത്തു വിടറുണ്ട്, ഇനി അതായിട്ട് ചെല്ലുമ്പോ തരും. അപ്പോഴേക്കും തട്ടിപ്പാന്ന് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ബില്ല് കൊണ്ടുപോവാ, നമ്മൾ റിക്കവർ ചെയ്തോളാം എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു. പക്ഷെ അതങ്ങനെ ആയപ്പോഴേക്കും അവർ ഫുൾ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഞങ്ങളുടെ കട്ട് ചെയ്തു. പിന്നെ ഞാനും ലിബിനും എയർപോർട്ടിലേക്ക് വിട്ടു, കൊച്ചിൻ എയർപോർട്ടിൽ. അതാണ് ഫസ്റ്റ് മീറ്റിംഗ്. അവിടെ വെച്ചായിരുന്നല്ലേ? ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞിങ്ങനെ, ബ്രോ കണ്ടതില് ഭയങ്കര ദുരന്തം അതാണ് ഫസ്റ്റ് മീറ്റിംഗ്. ഒരു ദുരന്തത്തിൽ കൂടെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. പക്ഷെ അവിടുന്ന് നമ്മൾ ഞാൻ അറിഞ്ഞത് അതിന്റെ ഇടയ്ക്ക് ലിബിനുള്ളവർ എനിക്ക് അറിയാൻ പാടില്ല. ലിബിൻ അന്ന് അറിയില്ലല്ലോ ആൾക്ക്. സോ അങ്ങനെ ഒരുപാട് നമുക്ക്. എന്നിട്ട് ലാസ്റ്റ് ഫോൺ കിട്ടിയേട്ടാ, ഐഫോൺ കിട്ടി. എയർപോർട്ടിൽ പോയി നമ്മൾ അവരെ പൊക്കി എടുത്ത് അവരെ നാറ്റിച്ച് വിട്ടിട്ട് ഫോൺ കയ്യിൽ വാങ്ങിയിട്ടാണ് പോയത്. അതൊരു വലിയ കഥയാണ്, അതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അവർ ഐഡന്റിഫൈ ചെയ്തതും എല്ലാം ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ലാസ്റ്റ് ചാർജർ പിടിച്ചു വെച്ചതും ഫോണും, നമ്മൾ ഫോണൊക്കെ അവരുടെ പിടിച്ചു വെച്ചല്ലോ. അവർ ആക്ച്വലി ഫോണും കൊണ്ടല്ലേ. അതെ, ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, സോ നമ്മളിപ്പം ഈ പോഡ്കാസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? നമുക്ക് ആൾക്കാർ, വി നോ ലോട്ട് ഓഫ് മലയാളീസ് ഹു ആർ ദേർ ഇൻ, ഫോർ എക്സാമ്പിൾ ദുബായ്, ജർമ്മനി, US, കാനഡ, അങ്ങനെ പല സ്ഥലത്തും നമുക്ക് ആൾക്കാരെ അറിയാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദം വിൽ ബി കുറേ വർഷമായിട്ട് അവിടെ ഉള്ളവരോ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ ആക്ച്വലി ഇപ്പോൾ ഒരു വലിയൊരു കൗതുകമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇഷ്ടംമാതിരി മലയാളീസ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എൻ്റെ അറിവിൽ കുറവ് മലയാളീസ് പോകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അവിടെ പോയി ഒരു ജോലി ചെയ്ത് എന്താ പറയുന്നത്, അവിടുത്തെ ഒരു എംപ്ലോയി ആവുന്നത് പാരീസിൽ, ഫ്രാൻസിൽ വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ ഒരു ഫ്രഞ്ച് മലയാളിയാണ് ഇവിടെ ഇരിക്കുന്നത്, ഫ്രഞ്ച് കുട്ടൻ. ഇപ്പൊ നമ്മളെയൊക്കെ അതുകൊണ്ട് ഭയങ്കര പുച്ഛമാണ് കേട്ടാ. എന്റെ ദൈവമേ, പറഞ്ഞല്ലോ എന്റെ അമ്മോ, അങ്ങറ്റത്തെ പുച്ഛം. ഭയങ്കര എരിവാണല്ലോ. ജെഫ്രിനെ ഭയങ്കര പുച്ഛം.
അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫ്രഞ്ച്, കാരണം ഈ ഫ്രാൻസിലെ ലൈഫ് എങ്ങനെയുണ്ട് ആസ് എ മലയാളി, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഇപ്പം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻസ് ജീവിക്കാൻ പറ്റുമോ, മലയാളീസ് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളായിരിക്കും. ഇതിൽ പിന്നെ ജെഫറിന് റോളൊന്നും ഇല്ല, പുള്ളി ലുങ്കി എടുത്തത് എല്ലാരെയും വന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നിരിക്കുവാണ്. വെറുതെ വന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതെ. അപ്പൊ ലിബിന്റെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഓക്കെ, എവിടുന്ന്? ഇവിടെ നാട്ടിൽ തന്നെ, നാട്ടിലല്ല, സേലത്തായിരുന്നു. ഓക്കെ, 2019 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് എത്ര വയസ്സുണ്ട്? വയസ്സ് പറയാൻ വയസ്സ് പറയണ്ട, വയസ്സ് പറയണ്ട, നമ്മള് കളവന്മാരെ വേണ്ട, വയസ്സ് പറഞ്ഞാൽ മതിയോ? ഇല്ല അതൊട്ടും വേണ്ട. ഓക്കെ, 2019 കംപ്ലീറ്റഡ് ആയത്. അത് കഴിഞ്ഞ് 2020 കോവിഡ് വന്നു. റെസ്റ്റ് എടുത്തങ്ങ് വീട്ടിലിരുന്നു. പിന്നെ 2021 മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോണത്. ഓ, അങ്ങനെയാണ് പോയത്. കോവിഡ് കഴിഞ്ഞപ്പോ തന്നെ? അല്ല, ഐ മീൻസ് കോവിഡിന്റെ ടൈമിൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. എനിക്കതല്ലാതെ ചെറിയ പരിപാടികളും, മീൻസ് കാറിന്റെ കാര്യങ്ങളും അങ്ങനെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോവായിരുന്നു. പിന്നെ അപ്പൊ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ചെറിയ ഇങ്ങനെ ബിസിനസ്, കാറിന്റെ ബിസിനസ് പരിപാടിയൊക്കെ ഇവിടെ തന്നെയല്ലേ ചെയ്തത്? അതൊക്കെ, പക്ഷേ ബിസിനസ് വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു കോഴ്സ് ചെയ്തായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴേക്കും. അത് ബേസ് ആയിട്ട് തന്നെ ഒരു കോഴ്സ് ചെയ്തു. പക്ഷെ ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഞാൻ പാസ് ഔട്ട് ആയി. ഈ കോഴ്സും കൂടെ കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് സ്റ്റാർട്ടായി. നെക്സ്റ്റ് ഫെബ്രുവരിയിൽ കോവിഡ് 21 ഫെബ്രുവരിയിൽ 19 പാസ് ഔട്ട് ആയി. 20 ഫെബ്രുവരിയിലേക്കും കോവിഡ് സ്റ്റാർട്ടായി. പിന്നെ അത് ഏകദേശം 1 ഇയർ ഒക്കെ എടുത്തല്ലോ നമ്മള് അതിൽ നിന്ന്. പിന്നെ 21 ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ എങ്ങനെയാണ് പാരീസ് എന്നുള്ള സാധനം ചൂസ് ചെയ്ത്? അത് ഞങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ കോഴ്സ് എന്തായിരുന്നു അവിടെ പോയി പഠിച്ചത്? അല്ല, അങ്ങനെയല്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ടോക്ക് വന്നു, പുറത്തേക്ക് പോയാലോ എന്നുള്ളൊരു ടോക്കിലാണ് ആദ്യം സ്റ്റാർട്ട് ആവണത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ UK പോവാം, അങ്ങനെ UK പ്ലാനാ വന്നത്. പക്ഷെ എനിക്കൊട്ടും താല്പര്യമില്ല എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക്. ഞാനതൊട്ടും ചെയ്യില്ല. എല്ലാവരും കഴിക്കണ സാധനം എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. അങ്ങനെയല്ല, കാരണം അങ്ങോട്ട് ഡിഫറെന്റിന്റെ പഠിച്ചിട്ടാണ്, മീൻസ് ഈ പാരീസിനെ കുറിച്ച് പഠിച്ചിട്ടാണോ? എല്ലാരും പോകുന്നിടത്ത് പോകണ്ട. എനിക്കിപ്പോ എഞ്ചിനീയറിംഗ് എടുക്കാനും താല്പര്യം ഉണ്ടായില്ല. കാരണം എല്ലാവരും എടുക്കുന്ന സാധനം എടുത്തിട്ട് നമ്മൾ അതിൽ സക്സസ് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്. അപ്പൊ അത് പക്ഷെ എന്റെ ഫാമിലി കുറച്ച് പറഞ്ഞിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് പോയത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ UK വന്നപ്പോഴും ആ ടൈമിൽ എല്ലാവരും UK പോകുന്ന ടൈമാണ്. ഭയങ്കരമായിട്ട് റഷായി. അപ്പൊ ഞാൻ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ജർമ്മനിയിലേക്കും ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഞാൻ സ്വിറ്റ്സർലാൻഡ് നോക്കി, പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ഫ്രാൻസ് നോക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഫ്രാൻസിനെ കുറിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോൾ കമ്പാരിറ്റീവ്ലി ജോലി കിട്ടാൻ ഭയങ്കര പാടുള്ള ഒരു സ്ഥലമാണ് ഫ്രാൻസ്, ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു സാധനം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലാംഗ്വേജിന്റെ സാധനം അൺലോക്ക് ചെയ്താൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്. പിന്നെ ആൾക്കാർക്ക് വരാനും പേടി. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈവൻ ഏജൻസീസ് തന്നെ പറയുന്നത് ജോലി കിട്ടാൻ പാടായിരിക്കും. അപ്പൊ ഞാൻ അതിലാണ് സ്ട്രൈക്ക് ആയത്. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ എന്നുള്ള ഒരു രീതിയാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ള രീതിയാണ്. ഒരു കോൺഫിഡൻസ് മുകളിൽ ചെയ്ത ഒരു രീതിയിലുള്ള സപ്പോർട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എന്റെ അടുത്ത് എല്ലാവരും വേണ്ടെന്നാ പറഞ്ഞത്. ഈവൻ ഫാമിലി എന്റെ അടുത്ത് പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ, UK നോക്കണോ, അങ്ങനത്തെ രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായി. അപ്പോൾ ഞാൻ അവരെയും ഒരാളെ രണ്ടുപേരും ഒരാളെ ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പോവുകയാണെന്നുള്ള രീതി ആക്കിയപ്പോഴേക്കും പുള്ളിയും എൻ്റെ ഒപ്പം വന്നു. പുള്ളിക്കും ജോലിയായ? അല്ല, അപ്പൊ നിങ്ങൾ എന്തിനാ ആക്ച്വലി ഏത് കോഴ്സിന് അങ്ങോട്ട് പോയത്? ഞാൻ MBA ചെയ്തത്. മാർക്കറ്റിംഗിലാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് എങ്ങനെ അപ്ലിക്കേഷൻ ഒക്കെ തന്നെയാണോ ചെയ്തത്? അതോ ഫസ്റ്റില് ഞങ്ങള് പേര് പറയണോ ഏജൻസിയുടെ? അതൊന്നും കുഴപ്പമില്ല, പറയണം, എല്ലാം പറയണം. പ്രശ്നമാണോ? പ്രശ്നം പറ്റിച്ചാണ്. പറഞ്ഞോ. ഡയമണ്ട് ഫീനിക്സ് എന്ന് പറഞ്ഞ ഏജൻസി ആയിരുന്നു. അപ്പോ കാരണം ആരും ഇല്ല ഈ ഫ്രാൻസ് ചെയ്യണത്, ആരും ഇല്ല. ജർമ്മനി ഉണ്ട്, ഇവരും ജർമ്മനിയാണ് ചെയ്യുന്ന, ഫ്രാൻസും ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആദ്യമേ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവരും കുറച്ച് ഡിസ്കറേജ് ചെയ്തു ഞങ്ങളെ. ഫ്രാൻസിലേക്ക് പോണോ, കുറവാണ് കമ്പാരിറ്റീവ്ലി, ജർമ്മനി നോക്കൂ, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ഫ്രാൻസ് തീരുമാനിച്ചു. അങ്ങനെ പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ചെറിയ അഡ്വാൻസ് എന്തോ, അധികം എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, ചെറിയ എന്തോ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത്
കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട്, നമ്മൾ എന്ത് ചെയ്താൽ ഞാൻ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കും, ഈ ട്രാക്ക് ചെയ്തും അതിങ്ങനെ ഞാൻ നടക്കും. അപ്പൊ ഇവർ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഞാൻ നോക്കുമ്പോഴേക്ക് കുറെ മിസ്റ്റേക്സ്. അപ്പൊ ഞാൻ അവരോട് ഇതിങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഞാൻ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവര് ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, അങ്ങനെയുള്ള രീതിയിൽ വരാൻ തുടങ്ങി. പിന്നെ ഓരോ മെയിൽ വരെ അഴക്കുന്ന ഓരോ മെയിൽ വരെ ഫുള്ളി റോങ് ആണ്. പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്? ഇല്ല, ചെറിയ എമൗണ്ട് മാത്രം കൊടുത്തു, ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല, ചെറിയ എമൗണ്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ഫുള്ളി റോങ്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോഴേക്കും റിപ്ലൈ ഇല്ല, ഞാൻ നോക്കട്ടെ, അങ്ങനത്തെ രീതിയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഞങ്ങളുടെ 3 പേരുടെയും കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചു ഇതിന്റെ പുറകെ. അപ്പം ഞാൻ അവരവിടെ നിർത്തി വെച്ചിട്ട് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ചെയ്യാം, ആപ്ലിക്കേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. ഫസ്റ്റുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ക്യാമ്പസ് ഫ്രാൻസിൽ രജിസ്ട്രേഷൻ ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത്, പിന്നെ കോളേജിനകത്ത് അഡ്മിഷൻ ലെറ്റർ ഓൾറെഡി ഇവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഈ ഏജൻസി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, അത് ഈ കോളേജിന്റെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫോം തരും. നമ്മൾ അത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഫീസും കാര്യങ്ങളും. കോളേജ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്തു? അത് ഇവരാണ് പറഞ്ഞത്, ഇന്ന കോളേജസ് ഉണ്ട് ഇവിടെ, ഇങ്ങനത്തെ ഫീസ് കോളേജ് അവർ പറഞ്ഞു നോക്കിയാണ് എടുത്തത്. പിന്നെ ഇവിടുത്തെ കുറെ ഏജൻസികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കോളേജുമായിട്ട് ടൈപ്പ് ഉണ്ട് കുറെ ഏജൻസികൾക്ക്. കോളേജ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ലിസ്റ്റ് ഓഫ് കോളേജസ് നമുക്ക് തരും, ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും, പിന്നെ ഏതൊക്കെ കോഴ്സാണ് അവിടെ അവൈലബിലിറ്റി ഉള്ളത്, പിന്നെ റാങ്കിങ് കാര്യങ്ങൾ. നമ്മൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞങ്ങളതാ ചൂസ് ചെയ്തത്. അപ്പൊ ഈ അഡ്മിഷൻ ലെറ്റർ കിട്ടിയിട്ടാണ് പിന്നെ ഈ ക്യാമ്പസ് ഫ്രാൻസിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇവർക്ക്, എനിക്ക് തോന്നുന്നു അവർ അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഫ്രാൻസിലേക്ക് അവർക്ക് കൺഫ്യൂഷൻ ചെയ്തായിരിക്കും. അപ്പൊ അവരത് പതുക്കെ ഭയങ്കര ഡിലേ ആയി, പിന്നെ കറക്റ്റ് റെസ്പോൺസ് തന്നെ ഇല്ല. അങ്ങനെ അപ്പൊ ഞാൻ പതുക്കെ ക്യാമ്പസ് ഫ്രാൻസിൽ ഞാൻ തന്നെ രജിസ്ട്രേഷൻ കൊടുത്തു, ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനപ്പം നേരിട്ട് പിന്നെ കോളേജിന്റെ ഡെലിഗേറ്റ്സ് ആയിട്ട് സംസാരിച്ചു. ഇംഗ്ലീഷ് അറിയായിരുന്നു അവർക്ക്? ഇത് ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ്, ഡെലിഗേറ്റ്സ് ഇന്ത്യയിലുള്ളതാ. ഫസ്റ്റ് നമുക്ക് 2 ഇന്റർവ്യൂ ഉണ്ട്. ഏത് കോളേജ് ഇത് കോളേജ് ഡി പാരി എന്ന് പറഞ്ഞ ഒരു കോളേജാണ്. അതിന്റെ അതിന്റെ ഡെലിഗേറ്റ്സ് ആണ്, ഏജന്റ്സ് ആണോ? ഇല്ല, ഡെലിഗേറ്റ്സ് ഉണ്ട് ഇവിടെ ഇന്ത്യയിലുണ്ട്. പോപ്പുലർ കോളേജ് അല്ല. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാ കോളേജിനും ചിലപ്പോ ഡെലിഗേറ്റ്സ് ഉള്ള ഇവര് തന്നെ ആയിരിക്കും സംസാരിക്കണം. അപ്പൊ അവര് ഫ്രഞ്ചുകാരാണോ? ഇന്ത്യൻസ് ആയിരിക്കും. 2 നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്, ഒന്ന് ഇന്ത്യയിലാണ്, സെക്കൻഡ് വൺ ഫ്രാൻസിൽ നിന്നാണ്. അത് ഓൺലൈൻ ആയിരിക്കും, അത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയർ അപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂ വന്നിട്ട് ഇന്റർവ്യൂവിന് പാസ്സായി കഴിഞ്ഞാല് ഫസ്റ്റ് ഇന്റർവ്യൂവിന് ഇന്ത്യയിൽ അത് ഓൺലൈനാണ്. സെക്കൻഡും ഉണ്ട്, അത് ഓൺലൈനാണ്, അത് ഫ്രാൻസിൽ നിന്ന്. അത് രണ്ടും പാസ്സായി കഴിയുമ്പോൾ അവരത് നമുക്ക് എത്ര ടൈം എടുക്കും ഇത് അറിഞ്ഞു പാസ്സായോ ഇല്ലയോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്? പാസ്സായില്ലോ എന്ന് അറിയാനൊക്കെ പെട്ടെന്ന് തന്നെ അറിയും, വിത്തിൻ 1 ഡേ ഒക്കെ. ഫസ്റ്റ് ഇന്ത്യയിൽ ഇന്റർവ്യൂ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ എന്തിനാ പോകുന്ന. സെക്കൻഡ് ഇന്റർവ്യൂ ആണെങ്കിൽ അതും ഇംഗ്ലീഷിലാണോ? രണ്ടും ഇംഗ്ലീഷിൽ തന്നെയാണ്. എന്തിനാ പോകുന്നത്, പോയിട്ട് എന്താ നിങ്ങളുടെ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് വിട്ടിട്ട് MBA ഫീൽഡിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ഈ 2 ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അവരെ നമ്മൾ ഇന്റർവ്യൂവിന് പാസ്സായി കഴിയുമ്പോൾ അതിനുള്ള പേപ്പേഴ്സ് തരും, അത് ക്യാമ്പസ് ഫ്രാൻസിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാമ്പസ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഓക്കെ ആണ് പോയി പഠിക്കാനായിട്ട് ഈ അപ്രൂവ്ഡ് ആണെന്നുള്ള ഒരു പേപ്പർ കിട്ടും. ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് എംബസിയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ചെയ്തത്? അതെല്ലാം തന്നെ ചെയ്തത്. അപ്പൊ ഇവിടുന്ന് ഫീസ് ഒക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തു. ഫ്രഞ്ച് എംബസി കൊടുത്തിട്ട് നമുക്ക് ഈ അഡ്മിഷനും ഇതിനൊക്കെ മുമ്പേ അഡ്മിഷൻ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ഹാഫ് പേയ്മെന്റ് കൊടുക്കണം, ഫുള്ളി മൊത്തം കൊടുക്കണം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഹാഫ് ആക്കാം. ഹാഫ് പേയ്മെന്റ് വെക്കുമ്പോഴേക്കും അതിന്റെ റെസിപ്റ്റ് തരും. ഈ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഈ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ക്യാമ്പസ് ഫ്രാൻസിന്റെ പേപ്പേഴ്സും വേണം, അങ്ങനെയുള്ള സംഭവം. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണം. അങ്ങനെയാണ് ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വരുമോ, ലെറ്റേഴ്സ് വല്ലതും? കോളേജിൽ നിന്നൊന്നുമില്ല, ഇല്ല. കോളേജിൽ നിന്ന് അവർ ചെയ്യേണ്ട പാർട്ട് അവർ ചെയ്തു. കിട്ടേണ്ടത് അവർ ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് വിസ കിട്ടാതിരിക്കാം. എനിക്ക് ഫസ്റ്റ് വിസ റിഫ്യൂസലാ വന്ന. എനിക്ക് റിഫ്യൂസൽ, ഞാൻ ചെയ്തു കൊടുത്ത 2 ഫ്രണ്ട്സിനും കിട്ടി, എനിക്ക് മാത്രം റിഫ്യൂസൽ വന്നു. പക്ഷെ അത് എനിക്ക് അറിയാമായിരുന്നു റിഫ്യൂസൽ വരുന്നു. കാരണം ഞാൻ നമ്മള് SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എഴുതണം. അതിനകത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നായിരുന്നു. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ പോലും. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് തന്നെ അറിയാം എവിടെയാ പറ്റിയത്. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് അറിയാം ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ
രണ്ടുപേർക്കും ഇത് വിസ എങ്ങനെ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് സാധാരണ ആക്ച്വലി പാർസൽ ടു യുവർ ഹോം എന്നുള്ളത് നമുക്ക് ട്രാക്കിംഗ് ഇപ്പോൾ DHL ആണെങ്കിലും FedEx ആണെങ്കിലും ട്രാക്കിംഗ് ടു യുവർ ഹോം എന്നുള്ളതാണ് രണ്ടുപേർക്കും വന്നത്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മാത്രം പാർസൽ സെൻഡ് ടു VFS ഓഫീസ് എന്നുള്ളത് വന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ഓക്കെ ഇത് എന്തോ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൺഫേംഡ് ആയി ഞാൻ. അപ്പോൾ പക്ഷെ എൻ്റെ വീട്ടുകാർ ഇങ്ങനെ കിട്ടും ഉറപ്പാണ്. പക്ഷെ ഞാൻ കൺഫേംഡ് ആയിരുന്നു. ഞാൻ ചെന്നിട്ട് സാധനം വാങ്ങിയപ്പോഴും റിജക്റ്റഡ് ആണ്. അവർക്ക് ക്ലിയർ ആയില്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ക്ലിയർ ആയില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി എല്ലാവരും പറഞ്ഞു നീ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കണമായിരിക്കും ബെറ്റർ. ഞാൻ പക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ സബ്മിറ്റ് ചെയ്തു. കാരണം എനിക്കറിയാം ഇന്നതാണ് സംഭവിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്തു. വിത്തിൻ 5 days എനിക്ക് വിസ വന്നു. അത്ര പെട്ടെന്ന്. അപ്പൊ ഏത് വർഷം പോയത് പാരീസിലേക്ക്? 21. എൻ്റെ ഫ്രണ്ട്സ് അപ്പൊ അന്ന് ആരും ഇല്ലായിരുന്നു അവിടെ, പരിചയമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെയാണ് നീ പോയത്? അല്ലല്ല, ഫ്രണ്ട്സ് നേരത്തെ പോയില്ലേ? ഇല്ല, മീൻസ് 5 days മുന്നേ പോയത്. ഒക്ടോബർ 6 പോയി, ഞാൻ 11 പോയി. എല്ലാവരും ഒരേ കോളേജാ? എല്ലാവരും ഒരേ കോളേജ്. MBA തന്നെയാ? MBA തന്നെ. ഓക്കെ. അപ്പൊ നിങ്ങൾ 3 പേരും ഒരുമിച്ചാ പഠിച്ചത്? ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങള് ചുമ്മാ ഇങ്ങനെ സംസാരിക്കാൻ ഇറങ്ങുന്ന ടൈമില് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പാരീസ് ക്യാമ്പസ് ലൈഫ്? പൊളിയായിരുന്നോ? ചെന്നിറങ്ങിയപ്പോ തന്നെ മോശമായിരുന്നു. അങ്ങനെയല്ല, എന്റെ 2 ഫ്രണ്ട്സ് അല്ലേ പോയത്. അതിൽ ഒരാൾ ഞാൻ പറഞ്ഞില്ല, ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെന്നപ്പോ തന്നെ അവന്റെ ആ ഒരു ഇംപ്രഷനിൽ വിചാരിച്ച പോലെയുള്ള ഒരു അല്ല ലൈഫ് അല്ല. മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അല്ല. ഇപ്പൊ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷെയറിംഗ് റൂം പുള്ളി വിചാരിക്കുന്ന. നിങ്ങൾ ചെന്നപ്പോ തന്നെ ക്യാമ്പസ് സ്റ്റേ ആയിരുന്നു, ഹോസ്റ്റലായിരുന്നു? അല്ല, ഞങ്ങൾ ഷെയർഡ് റൂം. അത് ഞാനിങ്ങനെ ഓൺലൈൻ വഴി ഈ ഫേസ്ബുക്കിലും അങ്ങനത്തെ എല്ലാം തന്നെയാണ് ചെയ്തത്. കാര്യം മനസ്സിലാക്കുന്ന ഏജൻസി ഇല്ലെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ തന്നെ ചെയ്യാൻ പറ്റും. പാടാണ്. നമ്മൾ ഇതിന്റെ പുറകെ നടക്കണം. പിന്നെ അതിനുള്ള ഒരു കുറച്ചുള്ള ഒരു ബേസിക് പേഷ്യൻസ് നോളജും വേണം. കാരണം വെറുതെ എറേഴ്സ് നടന്നു കഴിഞ്ഞാൽ പൈസ പോയിക്കൊണ്ടിരിക്കുമല്ലോ. റിസർച്ചും വേണം. അതാ പറഞ്ഞത്. അത് വെറുതെ നമുക്കൊന്ന് പോയി ഇപ്പൊ ഒരു ഫോം ഫിൽ ചെയ്യുന്ന ഓൺലൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അതുകൊണ്ടാണ് ഏജൻസീസ് ഒക്കെ ഇത്ര ഉള്ളത്. നമ്മളെ കൊണ്ട് അതിനെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ടാണ്. അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ എബ്രോഡ് പഠിക്കാൻ പോകുന്നവര് എപ്പോഴും ഏജൻസി കൂടെ പോകുന്നത് തന്നെയാണ് ബെറ്റർ. ഇഫ് ഇറ്റ്സ് എ റിയലി ഗുഡ് ആൻഡ് ജെന്യൂൻ ഏജൻസി. കുറച്ച് പൈസ എക്സ്ട്രാ ആയാലും കുഴപ്പമില്ല. കാരണം എവറിത്തിങ് വിൽ ബി സ്മൂത്ത്. നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് എടുക്കണ്ട. കാരണം നമ്മുടെ ലൈഫ് സ്ട്രെസ് വരുന്നത് അവിടെ പോയതിനു ശേഷമാണ്. ഫാമിലിനെ വിട്ടുപോവാണ്, അതിനുള്ള പ്രിപ്പറേഷൻസ് പഠിക്കല്. സോ ഈ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ സ്ട്രെസ് എടുക്കേണ്ടതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഇപ്പം ലിബിൻ എനിക്കറിയാം. കാരണം ഏത് ഫോമും വിസയും എല്ലാം തന്നെ അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരാണ് തന്നെ എല്ലാം ചെയ്യാൻ റെഡി. അതിൻ്റെ മിസ്റ്റേക്ക് വന്നാലും അത് റെക്ടിഫൈ ചെയ്യാനും റെഡിയാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അവൻ കണ്ടുപിടിച്ച് എന്താണ് മിസ്റ്റേക്ക്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഏജൻസി വഴി പോകുന്നതന്നെയാണ് കമ്പാരിറ്റീവ്ലി ഈസി, കുറച്ച് പൈസ എക്സ്ട്രാ ആയാലും. അപ്പൊ പാരീസിൽ പോയപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടാണോ പോയത്? വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടാ പോയത്. വീട്ടിലെ വാവയാണ്, വാവയല്ല അനിയനാണ് വാവ. പക്ഷെ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് ഭയങ്കര. പക്ഷെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തണേനു ഞാൻ എന്റെ ഫ്രണ്ട്സ് എത്തിയല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എത്തിയിട്ട്. പക്ഷെ വിളിച്ചാൽ അതിനോട് ഇങ്ങോട്ട് വരല്ലേ, ഭയങ്കര അലമ്പാണ്, അങ്ങനെയാണ്. പക്ഷെ എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞടാ ഒരു പ്രശ്നമില്ല. ഇവർ രണ്ടും ഒരുമിച്ചാണ് താമസിക്കുന്നത്? രണ്ടുപേരും ഒരേ, ഞങ്ങൾ 3 പേരും ഒരേ റൂം ബുക്ക് ചെയ്തിട്ടാ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഒരു ഇന്ത്യക്കാരനാ. എല്ലായിടത്തും ഇന്ത്യക്കാരാ പ്രശ്നം. കമ്മീഷൻ മേടിച്ചിട്ട് ആ റൂമിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് അറിയാം. ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ 3 പേര് മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു റൂമാണോ അപ്പാർട്ട്മെന്റ്? ഇല്ല, ഒരു റൂമാണ്. അപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 BHK എന്ന് പറയാം. ഒരു ബെഡ്റൂം അല്ല, ഹാളില്ല, ഒരു കിച്ചനും. പക്ഷെ കിച്ചണൊക്കെ വലുതാണ്. റൂമും ഏകദേശം നമ്മളുടെ ഈ റൂമിന്റെ അത്ര. അപ്പൊ പക്ഷെ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ത്യക്കാരൻ തന്നെയാണോ? ഇന്ത്യക്കാരനാണ്. സ്റ്റുഡന്റ് അല്ല, പുള്ളി കൊൽക്കത്തയിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. സ്റ്റുഡന്റ് അല്ല, പുള്ളി അവിടെ വർക്കിംഗ് ആയിരുന്നു. അപ്പോ ചെന്ന് കണ്ടപ്പോഴേക്കും അവന്റെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും അങ്ങനെ യൂറോപ്യൻ ലൈഫും. ചെന്ന് കണ്ടപ്പോ ഇങ്ങനെ ഒരാള്. അപ്പൊ അവനത് ഞങ്ങൾക്ക് ഇവിടെ പറ്റില്ല, വേറെ റൂം വേണം, അങ്ങനെ ഒരു തല്ല് കൊടുത്തു. അപ്പൊ എന്റെ കൂടെ ഉള്ളവൻ പറഞ്ഞാ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എനിക്ക് അറിയാവുന്ന ഒരാള് അവിടെ ഉണ്ട്, അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിനെ വിളിച്ചപ്പോഴേക്കും പുള്ളി ഒബ്വിയസ്ലി നമ്മൾ ആദ്യമേ ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും അവർക്കും ഒരു എന്താ വേണ്ടത്. അപ്പോൾ
ഇങ്ങനെയാണ് കാര്യം, വേണമെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതി പുള്ളി പറഞ്ഞു. ഓക്കെ പക്ഷേ എൻ്റെ ഫ്രണ്ട് പറയണ പ്രശ്നമൊന്നുമില്ല, വേറെ ആരെയും ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ബ്രോ പോയിട്ടില്ല, ഇവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ പക്ഷേ കൂടുതലും ഫോണിൽ കൂടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനൊക്കെ നോക്കി. അങ്ങനെ പോയപ്പോ ഞാൻ ചെന്നിറങ്ങിയപ്പോഴേക്കും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നു യൂറോപ്പ് ഫസ്റ്റ് ടൈമാണ്. വിട്ട് പോണതിന് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പോയി നിൽക്കണതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ദുബായിലൊക്കെ പോയി ഷെയറിങ്ങിലൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഓക്കെ നോർമൽ ലൈഫ് എന്നുള്ള രീതിയിൽ ഞാൻ കയറി ക്ലാസ്സിന് പോകാൻ തുടങ്ങി. പിന്നെ എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ് ഒക്കെ? നമ്മുടെ ഇവിടത്തെ പോലെയാണോ അതോ അവിടെ? ക്യാമ്പസ് ലൈഫ് പൊട്ടയായിരുന്നു. കാരണം വേറൊന്നുമല്ല, എന്താ ഫ്രാൻസിൽ പഠിക്കണ്ടല്ലോ അപ്പൊ? ക്യാമ്പസ് ലൈഫേ ജെഫറിനൊന്ന് ഫ്രാൻസിൽ പോയി പഠിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം. ക്യാമ്പസ് ആണ് വേണ്ടത്. വേറൊന്നുമല്ല, ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷ് കോഴ്സാണ്. ഇംഗ്ലീഷിൽ അത് എനിക്ക് ചോദിക്കണ്ടേ, നിങ്ങളുടെ MBA മൊത്തം ഇംഗ്ലീഷിലാണ്? നമുക്ക് ഫ്രഞ്ച് അറിയില്ലല്ലോ, പോയി ചുമ്മാ പോയി ഫ്രഞ്ചിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇംഗ്ലീഷ് ആണ് നമ്മളെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ വരുന്ന എല്ലാവരും ഇന്ത്യക്കാരാ, ക്ലാസ്സിൽ മൊത്തം ഇന്ത്യക്കാര്. ആണോ? ആ ക്ലാസ്സിൽ അപ്പൊ കോമൺ ആണ് ഇന്ത്യക്കാരവിടെ? അല്ല, പഠിക്കാനായിട്ട് ആ ഇയറിൽ ഫുൾ ഈ കോളേജ് എന്ന് പറഞ്ഞാല് ഫുള്ളി ഇന്ത്യക്കാർ മീൻസ് മണി മേക്കിംഗ് ഒരു കോളേജ് ആണ്. അതുകൊണ്ടാണല്ലോ മറ്റേ ഇവിടുത്തെ സ്കോളർഷിപ്പ് അതൊന്നുമല്ല, നല്ല ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണം. സ്കോളർഷിപ്പ് ഒക്കെ ഉള്ളത് വേറെ കോളേജ് ഉണ്ട്. അവിടെ ആവുമ്പോ ഇതുപോലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്റർനാഷണൽ ആയിട്ട് ഈ പറഞ്ഞ ഈ ഏജൻസിയുടെ പ്രശ്നമാണ്. അവർക്ക് കൂടുതൽ എവിടെ കമ്മീഷൻ കിട്ടണം, അവരതനുസരിച്ചാണ്. മാത്രല്ല ഈ കോളേജിന്റെ ആരണ്ടൊക്കെയല്ലേ ഇന്ത്യയിലുണ്ട്, മറ്റേ ഇന്ത്യയിലുണ്ടായിരുന്നത്. നീ അവിടെ പോയത് ഇന്റർവ്യൂ എടുക്കാനായിട്ട്? അല്ല, അവര് എല്ലാ കോളേജിനും ഡെലിഗേറ്റ്സ് ആയിരിക്കും. അവരുടെ ഡെലിഗേറ്റ്സിന്റെ വിഷയമല്ലല്ലോ ഇത്. ഈ ഏജൻസിക്കാർക്ക് എവിടെ നിന്നാണ് കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത്, അതനുസരിച്ചാണ് അവര് നമ്മളെ പുഷ് ചെയ്യുള്ളൂ. പക്ഷെ കോളേജ് ആസ് എ കോളേജ് വാലിഡിറ്റി നല്ലതാണോ? ഫേമസ് ആണോ അത്, അതോ വലിയ നോർമൽ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവിടെ ഇപ്പൊ എവിടെ പഠിച്ചാലും നമുക്ക് ക്യാമ്പസ്, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പിൽ നമ്മൾ എന്താ കമ്പൽസറി ആണ്. ഇന്റേൺഷിപ്പിൽ നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടും. അത് ബേസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് അങ്ങനെ ക്യാമ്പസ് ലൈഫ് പൊട്ടയാന്ന് പറയാൻ കാര്യമുണ്ട്. കാരണം ഈ ഇന്ത്യൻസ് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡും സ്റ്റൈലൊന്നും ഫീൽ ചെയ്യില്ല. അതായത് ഇവർ അൺലോക്ക് ചെയ്യാൻ, അതായത് ഫ്രഞ്ച് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് പഠിക്കാനായിട്ടല്ല, നമ്മൾക്കൊരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും അവരുടെ കൾച്ചർ ഫീൽ ചെയ്യണം. ലാംഗ്വേജും പഠിക്കണമല്ലോ. ലാംഗ്വേജും പഠിക്കണം. പക്ഷെ ഇത് ഇന്ത്യൻ കൾച്ചർ ഇവിടെ പഠിക്കുന്ന ഒരു ഫീലിംഗ്. പാരീസിൽ പോയി ഇന്ത്യൻ കോളേജിൽ ഇവിടെ ഇരിക്കുന്നത് മലയാളികളില്ല, ഫുള്ളി നോർത്ത് ഇന്ത്യൻസ്, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ അപ്പൊ അവിടെ മറ്റേ ബാങ്കറൊക്കെ ഇടും ഇടയ്ക്ക്. ഹിന്ദി പാട്ടിന്റെ പ്രശ്നമൊന്നുമില്ല. അവര് മറ്റേ ഇന്റർവെല്ലിന് ചിലപ്പോ പാടുമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിലായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ പിന്നെ സ്റ്റഡീസ് കയറി വരുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഇതിലേക്ക് തിരക്കായി പോകും. പിന്നെ ഇന്റേൺഷിപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വിട്ടുപോകും. പിന്നെ നിങ്ങൾ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? കൂടെയുള്ള ആള് 1 ഇയർ ആയപ്പോ തന്നെ പോകുന്നു. താല്പര്യമില്ലെന്ന് പറഞ്ഞു പുള്ളി. അവൻ 1 ഇയർ കറക്റ്റ് 1 ഇയർ ആയപ്പോഴേക്കും റിന്യൂ ചെയ്തില്ല. അല്ല, ഞങ്ങള് ശരിക്കും ഞാനല്ല നിർബന്ധിച്ചത്. അവനായിരുന്നു ആക്ച്വലി പുറത്തേക്ക് പോകണം എന്നുള്ള പ്ലാൻ വന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രാൻസിലേക്കാണ് പോകുന്നത്, നീ പോയിക്കോളാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആൾക്ക് ഒറ്റക്ക് പോകാൻ കുറച്ച് ഹോംസിക്കാണ്, ഒറ്റക്ക് പോകാൻ മടി, നമ്മളുടെ കൂടെ വരുള്ളൂ. അപ്പൊ ഈ 1 വർഷം നിങ്ങൾ ഒരുമിച്ച് തന്നെ താമസിച്ചല്ലോ? ഒരുമിച്ച് തന്നെ മാറിയൊന്നുമില്ല? പിന്നെ അത് കഴിഞ്ഞിട്ട് മാറി. ഏത് ഈ പുള്ളി പോയ പിന്നെ ഫ്രണ്ട് പോയ പിന്നെയോ? പുള്ളി പോണേന് എനിക്കൊന്ന് 2 months മുന്നേ വേറെ മറ്റേ ഫ്രണ്ട് പോയി. ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി, പോയി. എല്ലാരും പോയി, ലിബ് മാത്രം കംപ്ലീറ്റ് ചെയ്തോളൂ? അല്ലല്ല, പോയി എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് പോയി. അവനിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആര്? ഫ്രണ്ട്? എന്റെ സെക്കൻഡ് ഫ്രണ്ട് അവിടെ തന്നെ ഉണ്ട്. മറ്റേ ആളാണ്. അപ്പൊ ഈ കൽക്കട്ടക്കാരനാണോ പോയത്? അല്ലെന്ന് ഇവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് 3 പേരുണ്ടല്ലോ. അതിന്റെ അകത്ത് ഒരുത്തൻ നാട്ടിൽ വന്ന്, ഒരാൾ എപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കോളേജ് കഴിഞ്ഞു, അവിടുന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയോ? അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പാരീസ് കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആണോ പഠിക്കാൻ? ഇല്ല, ആദ്യം കുറച്ച് ഹെക്ടിക് ആണ്. ഫസ്റ്റ് നമുക്ക് 1 month 2 month ഒക്കെ കംപ്ലീറ്റ് ക്ലാസ് തന്നെ പോകണം. 5 days ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അസൈൻമെന്റ് ഫുള്ളി നമുക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കൂടുതൽ അസൈൻമെന്റ് ആണ്. പക്ഷെ അത് ഭയങ്കര ഹെക്ടിക് ആണ്. ഗ്രൂപ്പ് വർക്ക് ചെയ്യണം. അപ്പോ അവിടെയും ഈ ഡിഫറൻസ് വരും. നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഫറൻസ് വരും. ഇവർക്ക് ഷഫിൾ ചെയ്തേ ഗ്രൂപ്പ് ഇടുള്ളൂ. അപ്പൊ അവര് നമ്മളെ ഒന്ന് താഴ്ത്താൻ നോക്കും. കേറി നമ്മളുടെ ഇത് വെച്ചിട്ട് വരണം. ശരിക്കും നീ അവിടെ ചെന്നിട്ട് എത്രാമത്തെ മാസത്തില് നീ ലാംഗ്വേജ് പഠിച്ചത്?
ലാംഗ്വേജ് കോളേജ് വെച്ച് പഠിച്ചാണല്ലോ. കോളേജിൽ അവർ ബേസിക് ഫ്രഞ്ച് പഠിപ്പിക്കും. പക്ഷെ അത് 1 month ഒക്കെ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും. എന്തായാലും പഠിക്കാനായിട്ട് സ്റ്റാർട്ടിങ് കാരണം ഇവൻ ഇവിടുന്ന് തീരുമാനിച്ച സംഭവമാണല്ലോ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്, ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചിട്ട് ഒട്ടും കാര്യമില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ ഫ്രഞ്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. വെറുതെ അവിടെ പഠിക്കുന്ന ഫ്രഞ്ച് വെച്ച് നമുക്ക് മലയാളം പഠിച്ചാലും നമ്മള് പലർക്കും പല സ്ലാങ് അല്ലേ. ഞാൻ സംസാരിക്കണ പോലെ അല്ലല്ലോ ബാക്കിയുള്ള ഒരാൾ സംസാരിക്കണം. അപ്പോ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലോക്കൽ ലാംഗ്വേജ് ശരിക്കും പഠിക്കും. അപ്പൊ അവിടെ കോളേജിൽ അങ്ങനെ ഇപ്പൊ ക്യാമ്പസ് ലൈഫ് ആയിട്ട് അങ്ങനെ അടിപൊളി ഭയങ്കര സംഭവം നല്ല കോളേജസ് ഉണ്ട്. നല്ല കോളേജസ് ഉണ്ട്. ഇപ്പോ ഇൻസീക്ക് എന്നൊക്കെ പറഞ്ഞ കോളേജൊക്കെ ഉണ്ട് നല്ല. പക്ഷെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആവും. ഇപ്പൊ ഞാൻ പഠിച്ചതിന്റെ ഇരട്ടിയൊക്കെ ആവും. പക്ഷെ ജോലിയുടെ കാര്യം വരുമ്പോൾ ഒരു ആവറേജ് MBA ഒക്കെ പഠിക്കാനായിട്ട് ഫ്രാൻസിൽ എത്ര റേറ്റ് ആവും? ഇപ്പൊ ഞാൻ കഴിഞ്ഞതിന് ഏകദേശം വിത്ത് അക്കോമഡേഷൻ അല്ലാതെ ഫീസ് മാത്രം ഇപ്പൊ ഞാൻ പഠിച്ച അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊന്നുമല്ല. എനിക്ക് 14 to 15 വന്നു. പെർ ഇയർ. ഫുൾ കോഴ്സ് അല്ല ഫുൾ കോഴ്സ് അല്ല. അപ്പൊ 2 years ഇയറിൽ ഇല്ല. ഞാൻ പഠിച്ചത് 1.5 ആണ്. 2 years ഇല്ല, പുറത്ത് 2 years ഇല്ല. 0.5 എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ ഏകദേശം നമുക്കൊന്ന് പഠിച്ചിറങ്ങാൻ ഒരു 25 lakhs എങ്കിലും ആവും. കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ 45 ഒക്കെ. അന്നേരം പാർട്ട് ടൈം ഇല്ലായിരുന്നു നിനക്ക്? പാർട്ട് ടൈം ഉണ്ടായിരുന്നു. പാർട്ട് ടൈമിൽ നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും? ലൈക്ക് ഒരു മന്ത്ലി അവിടെ 800 euro. ലീഗലി 20 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 800 to 850 ഒക്കെ കിട്ടാൻ എളുപ്പമാണ് പാർട്ട് ടൈം ജോബ്. ഇല്ല, എളുപ്പമല്ല. അല്ല US പോലെ US എന്താ എളുപ്പം? പാർട്ട് ടൈം പഠിക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. ഇല്ല, എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം US എന്ന് പറയുമ്പോൾ അവിടുത്തെ അവേഴ്സ് ഭയങ്കര കുറവാണ്. അല്ല, എന്നാലും ജോലി കിട്ടുമല്ലോ. ജോലി പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര പാടാ ഇപ്പൊ. നേരത്തെ കാര്യം എനിക്കറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിനെയും കാട്ടി 10 ഇരട്ടി ഓപ്പർച്യൂണിറ്റീസ് US ലുണ്ട്. പഠിക്കുന്ന പിള്ളേർക്കില്ല, പഠിക്കുന്ന പിള്ളേർക്ക് ഒരിക്കലും ഇല്ല. പക്ഷെ എനിക്കൊക്കെ എളുപ്പത്തിൽ കിട്ടി. 100 ഇരട്ടി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആണല്ലേ? ആകെ പ്രോബ്ലം ലാംഗ്വേജ്. അതാണ് പ്രശ്നം. ലാംഗ്വേജ് അറിയണ്ടേ? ഇപ്പൊ നമുക്ക് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അവിടെ ഒന്നും വലിയ പാടില്ലല്ലോ. പാരീസിൽ ഓപ്പർച്യൂണിറ്റി കുറെ ഉണ്ട്, എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലാംഗ്വേജ് ആ പ്രശ്നം. അപ്പൊ ജോബ് കിട്ടണമെങ്കിലും പാർട്ട് ടൈം ജോബ് കിട്ടണമെങ്കിലും ഫ്രഞ്ച് ചോദിക്കും അവര്. ശരിക്കും പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പാർട്ട് ടൈം വർക്ക് ചെയ്യണം. അപ്പൊ പക്ഷേ ഈ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഞാൻ ആദ്യമേ ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ കൂടെയുള്ള ഫ്രണ്ടില്ല അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ജോബിന് കയറ്റി വിടണം എന്നുള്ള എപ്പോഴും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ജോലി കിട്ടൂല. അപ്പൊ ഞങ്ങൾക്ക് വരുന്ന ജോലിയൊക്കെ മാക്സിമം എടാ നീ പോയി ട്രൈ ചെയ്യുന്നുള്ള രീതിയിൽ അവനൊരു 1-2 സ്ഥലത്ത് പോയി. അവിടെയൊക്കെ പക്ഷെ പറ്റുന്നില്ല. ഞാനും 1-2 സ്ഥലത്ത് പോയി. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു റെസ്റ്റോറന്റിൽ പോയി, പിന്നെ ഒരു ഷോപ്പിൽ പോയി. പക്ഷെ ഇതൊക്കെ ഈ ശ്രീലങ്കൻസിന്റെ ഷോപ്പാ. പക്ഷെ അവര് നമുക്ക് കറക്റ്റ് ആയിട്ട് പേ ചെയ്യില്ല. പേ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫ്രാൻസിൽ ആക്ച്വലി മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയത്ത് 10.5 അങ്ങനെ എന്തോ ആയിരുന്നു യൂറോ പെർ അവർ. പക്ഷെ അവര് 5 തരുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അവർക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഇത്രയാണ് തരുന്നത്. പെർ അവർ അല്ല പേ ചെയ്യണം. അവരൊരു ഫിക്സഡ് എമൗണ്ട് തരും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 വരുള്ളൂ. 5 അല്ലെങ്കിൽ 4 point something ഒക്കെ വരുള്ളൂ. എത്ര ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റും? നോർമലി 20 ആണ്. പക്ഷെ അവിടെ എല്ലാവരും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ 2 days ഒക്കെ കുറച്ച് ആൾ കഴിയുമ്പോൾ 2 days ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പം ചിലവർ 35-40 ഒക്കെ വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ലെസ് എമൗണ്ട് ആണ് ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നമ്മുടെ ഈ പാർട്ട് ടൈം ജോലി വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, എളുപ്പമല്ല. ഇപ്പോ 850 ഒക്കെ നമുക്ക് സേവിങ്സ് ഒന്നും പറ്റില്ല. നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നു. ഫീസ് അടയ്ക്കൊന്നും നടക്കില്ലല്ലോ. ഫീസ് അടക്കലൊന്നും നടക്കില്ല. അവിടുത്തെ ലിവിംഗ് എക്സ്പെൻസ് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് പിന്നെ ഇപ്പോ നല്ല സ്റ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 300 സ്റ്റേ കിട്ടും ഷെയറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഒരു 150 ഷെയറിങ്ങും കൂടെ ആണെങ്കിൽ 100 ഫുഡിന്റെ കാര്യം നിൽക്കും. 500 കാര്യം കഴിയും. ബാക്കിയുള്ള 300 ഒക്കെ നമുക്ക് പിന്നെ നമ്മളുടെ ചിലവ് ഇപ്പൊ മൂവിക്ക് പോവുക അല്ലെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അതൊക്കെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഓരോരുത്തരുടെ വേറെ ഒന്നും കാണില്ല, ജോലി പഠിത്തം പണിയെടുക്കല്. എനിക്ക് തോന്നുന്നു പുറത്ത് പഠിക്കാൻ പോകുന്ന എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ ഇവിടെ ഉള്ളവര് അപ്പൊ എന്ത് ശരിക്കും ബ്ലെസ്ഡ് ആന്നുള്ളത് ആലോചിക്കണം. ഇവിടെ ഉള്ള എനിക്കറിയാവുന്ന ആരും ഇതുവരെ
പാർട്ട് ടൈം ജോലി എടുത്ത് ഒന്നും പോയിട്ടില്ല. പഠിച്ചിട്ടൊന്നുമില്ല. രാവിലെ കോളേജിൽ പോകുന്നു, വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നു, ചായ കുടിക്കുന്നു, പിന്നെ കളിക്കാൻ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങുന്നു. ഇവിടത്തെ ക്യാമ്പസ് ലൈഫിന്റെ ഒരു സുഖം ജീവിതം പഠിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുറത്ത് തന്നെ പോകണം തോന്നുന്നു. ശരിക്കും നമ്മൾ പറയുന്നത് ഇന്ത്യയില് ആണ് പഠിത്തം. പക്ഷെ MBA തൊട്ട് വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് എന്താന്ന് ശരിക്കും മനസ്സിലായി പോകും അല്ലേ? ഇപ്പൊ ഇവന് തന്നെ ഇപ്പൊ എത്ര പ്രായമുണ്ട്, ഇവന്റെ എക്സ്പീരിയൻസ് എന്തോരുവാ മാത്രം ചിന്തിച്ചാ പോരെ. പൊക്കി പറഞ്ഞല്ലേ ഞാൻ, ഏതോ പൊക്കി പറഞ്ഞല്ലേ. അപ്പൊ ഓക്കെ, അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് ജോലി കിട്ടിയോ? അങ്ങനെയല്ല, ഞാനിപ്പോ ഈ പാർട്ട് ടൈമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനത് ഒരു 1-2 സ്ഥലത്ത് മാത്രമേ ഞാൻ അങ്ങനെ 1 ഡേ ഒക്കെ ഞാൻ പോയുള്ളൂ. പിന്നെ എന്റെ മൈൻഡിൽ ഞാൻ ഫിക്സ് ചെയ്തു, ഞാൻ എന്തായാലും ലാംഗ്വേജ് പഠിച്ചിട്ട് ലീഗലി ഉള്ള ഒരു ജോലിക്ക് കയറുള്ളൂ എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. ലാംഗ്വേജ് എന്നിട്ട് അല്ല എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര നമ്മളെ ഇട്ട് ഇതാക്കും, കളിയാക്കും ഒക്കെ വരും. പക്ഷെ അപ്പൊ ഞാൻ ആലോചിക്കും എന്തിനാ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് ആൾക്കാർ കൂടുതൽ ആൾക്കാരാ? ലൈക്ക് ഇപ്പം ഫ്രഞ്ചുകാർ, യൂറോപ്യൻസ്, ശ്രീലങ്കൻസ് ഉണ്ട്. അവരാണ് കൂടുതലും ഈ ഷോപ്പ്, ഈ കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓൺ ചെയ്യണത് ശ്രീലങ്കൻസ് ആണ്. പിന്നെ ബംഗ്ലാദേശീസ് ഉണ്ട്, പക്ഷെ അവര് അങ്ങനെ അത്രയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ കൂടുതലും ശ്രീലങ്കൻസ് ആണ് അധികം നമ്മളെ നല്ലോണം ട്രീറ്റ് ചെയ്യാത്തത് ഇവരാണ്. ഇവിടെ ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടു, പാരീസിൽ ഭയങ്കരമായിട്ട് ഈ തേങ്ങ ഉടയ്ക്കലും പാട്ടും ബഹളവും. അത് ഇന്ത്യക്കാരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഭയങ്കര ഹേറ്റ് വന്ന ഒരു വീഡിയോ ആണ്. ഞാനും ആക്ച്വലി വിചാരിച്ചു ഇന്ത്യക്കാർക്ക് എന്ത് കാര്യമായിരിക്കും അവിടെ പോയി, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ എംബ്രേസ് ചെയ്ത് അതനുസരിച്ച് ജീവിക്കുക, നമ്മുടെ കൾച്ചർ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ പേരിൽ അവർ കാണിക്കണം. പക്ഷെ ഇതില് ഫുൾ ശ്രീലങ്ക ആയിരുന്നല്ലേ അത്? പാരീസിൽ നടന്നത് ഫുൾ ശ്രീലങ്കക്കാരാ. കാരണം ഇന്ത്യൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഇന്ത്യൻസ് ഒക്കെ ബിസിയാണ്. അവരുടെ ലൈഫായിട്ട് ഐടിയും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയാണ്. കാരണം ഇവര് ബിസിനസ് ഓൺ ചെയ്യുക, ഫ്രീ ടൈം ആണ്. അപ്പൊ ഇവരിങ്ങനെയുള്ള പരിപാടികൾ നടക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ കൺട്രീസിലൊക്കെ ഇന്ത്യൻസ് പ്രശ്നം ഉണ്ടാക്കുന്നത്, സൗത്ത് ഇന്ത്യൻസ് അല്ല, നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഞാൻ ഈ ജോലിക്ക് 2 ദിവസം പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫിക്സ് ചെയ്തു എന്തായാലും നല്ല ജോലി, ലീഗലി ഞാൻ വർക്ക് ചെയ്യുള്ളൂ. പാർട്ട് ടൈം ജോബ്, പാർട്ട് ടൈം ആണെങ്കിലും എന്താണെങ്കിലും ലീഗലി വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ നിന്നു. അപ്പോൾ ഞങ്ങൾ ഒക്ടോബറിലെത്തി. ഡിസംബറിൽ ഒരു ലീഗലി ഒരു ബർഗർ ഷോപ്പ്, അവിടെ നിന്ന് ഒരു ഭാഷ ഒന്നും ആയിട്ടില്ല, ഒരു ബർഗർ ഷോപ്പിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മറ്റേ ഫ്രണ്ടിനാ വന്നത്. മീൻസ് നമ്മൾ അവനെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു 1 month സാലറി ഇല്ല, 1 month ട്രെയിനിങ് ആണ്, സാലറി ഇല്ല, അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല. 1 month ഫുള്ളി നമ്മൾ പോവുക, കണ്ടു പഠിക്കുക, അങ്ങനെ. പക്ഷേ ഇതുപോലെ 20 hours തന്നെ വർക്ക് ചെയ്യണം? ഇല്ല, ഫുള്ളി പോണം, ഫുൾ ഡേ പോണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ക്ലാസ് 2 days ഉള്ളു ക്ലാസ്. അപ്പോൾ ബാക്കിയുള്ള 5 days ഫുള്ള് ഇതിന് പോകണം. അത് കുറച്ച് ഹെക്റ്റിക് ആയിരുന്നു. കാരണം എനിക്ക് 1 hour ജേർണി ഉണ്ടത്. 10:30 സ്റ്റാർട്ട് ചെയ്യും രാവിലെ, പിന്നെ 3 ആകുമ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ 6:30 തുടങ്ങും, പിന്നെ 11 വരെ. അപ്പൊ പോയി വന്ന് അങ്ങനെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ക്ലോസ് ചെയ്യും, പിന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരും. ഇത് 1 hour ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നോ? 2 മണിക്കൂർ ഉണ്ട്. മീൻസ് ടോട്ടൽ പോയി ഉച്ചയ്ക്കും പോയി, പിന്നെ വൈകിട്ട് പോയി 4 hours എടുത്തു. ബർഗർ കിട്ടുമോ ഫ്രീ ആയിട്ട്? ബർഗർ പിന്നെ 4 മണിക്കൂർ പറയണില്ല, ബർഗർ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് കിട്ടുന്നു. അല്ല അതാ പറഞ്ഞ 4 മണിക്കൂർ ഒരു ദിവസം വേസ്റ്റ് ആണ് ബർഗർ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനത് ഫ്രണ്ടിന്റെ അടുത്താ വന്നത്. അവൻ പറഞ്ഞു ഇല്ല, ഞാൻ എന്തായാലും ഇനി പൈസ കിട്ടാറുണ്ടൊന്നും ഞാൻ പണിക്ക് പോവില്ല, അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ റെഡി ആയിരുന്നു. ലീഗലി അല്ലേ, കുഴപ്പമില്ല. എനിക്കിപ്പോ പെട്ടെന്ന് ഇനി ഭാഷ പഠിച്ചിട്ട് ചിലപ്പോ ടൈം എടുക്കും. ലീഗലി കിട്ടിക്കഴിഞ്ഞാലും ഓക്കെയാണ്. ഞാൻ അങ്ങനെ 1 month പോയി. നെക്സ്റ്റ് ജാനുവരിയിലായപ്പോഴേക്കും എനിക്ക് കോൺട്രാക്ട് അവർ തന്നു. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ. കോൺട്രാക്ട് ഉണ്ട്. എല്ലാം ലീഗലി ആണെങ്കിൽ എല്ലാത്തിനും കോൺട്രാക്ട് ഉണ്ട്, കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് വരും. മറ്റേതാകുമ്പോഴാണ് പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് വരില്ല, കോൺട്രാക്ട് ഇല്ല. ഇത് ആരുടെ കടയായിരുന്നു? ഇത് ഫ്രഞ്ച് കടയാണ്, പക്ഷെ അത് മാനേജ് ചെയ്യണത് ഫുൾ ആന്ധ്രക്കാരായിരുന്നു. ഇന്ത്യൻസ് ഇഷ്ടം മാതിരി ഉണ്ടോ അവിടെ? പഠിക്കാൻ വന്ന പിള്ളേരാ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതും. പിള്ളേരാ. മീൻസ് അവര് 2 വർഷം മുന്നേ ചുമ്മാ 2 വർഷം മുന്നേ വരും. പിന്നെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേക്കും മീൻസ് അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്
പണിയെടുക്കാൻ അവിടെ ആളില്ല സത്യം പറഞ്ഞാല്. ഇപ്പോഴും ആളില്ല. കഷ്ടപ്പെട്ട് പണിയാണെങ്കിൽ അവിടെ അതല്ല, അവിടെ ആൾക്കാരുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, ഇപ്പൊ റെഫ്യൂജീസ് ഉണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും അതനുസരിച്ച് പൈസ കൊടുക്കും. എംപ്ലോയ്മെന്റ് ഇല്ലെങ്കിലും ഗവൺമെന്റ് പൈസ കൊടുക്കും. ഇപ്പൊ എനിക്ക് €1000 ആണ് സാലറി എങ്കിൽ €700 വെറുതെ ഇരുന്ന ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ എന്താ ഓപ്റ്റ് ചെയ്യുക? €700 വെറുതെ വാങ്ങാൻ എല്ലാവരും ഓപ്റ്റ് ചെയ്യും. റെഫ്യൂജി സ്റ്റേറ്റസിൽ വന്നവർക്ക്. പിന്നെ എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടും. ഇപ്പൊ ഞാൻ എനിക്കാണെങ്കിലും കിട്ടും. നമ്മൾക്ക് ഇപ്പൊ ഹൗസിംഗ് അസിസ്റ്റൻസ് എല്ലാം തരും. അപ്പോ എല്ലാവരും ജോലിക്ക് പോകണില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, അതാ ചെയ്യണ. അപ്പോ പ്രോപ്പർ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്കിൽഡ് ജോബ് ചെയ്യാനായിട്ട് ആൾക്കാർ കുറവാണ്. എപ്പോഴും എല്ലാ ജോലി ചെയ്യാനും ആൾക്കാർ കുറവാണ്. ഉണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എല്ലാവരും ഇങ്ങനൊരു വഴി കാണുമ്പോ കൂടുതലും റെഫ്യൂജീസ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണ അവരാ. അതുകൊണ്ട് ആ പൈസ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ കയറി പിന്നെ അവര് ഇതായി. എത്ര കാലം വർക്ക് ചെയ്തു അവിടെ? 1 month വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സ്റ്റോറിയിൽ നിന്ന് എനിക്ക് ഇതേപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ റൂമിലുള്ള ആ കൊൽക്കട്ടയിൽ നിന്ന് പുള്ളിയില്ലേ, അപ്പം പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ രാവിലെ പോകുന്നു, ഫ്രീ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പുള്ളി ഒറ്റയ്ക്ക് ഒരു കിച്ചൺ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എല്ലാരും റെസ്റ്റോറന്റ് ഫീൽഡിലാണ് അവിടെ കൂടുതലും റെസ്റ്റോറന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ പെട്ടെന്ന് കയറാൻ. അവിടെ ആക്ച്വലി നീ 1 month വർക്ക് ചെയ്ത് വിത്തൗട്ട് സാലറി അല്ലേ? വിത്തൗട്ട് സാലറി. ഡിസംബർ ഫുള്ള് ഞാൻ വിത്തൗട്ട് സാലറി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്തോ? ഇല്ല, പിന്നെ ജാനുവരി വർക്ക് ചെയ്തു. ഒരു മാസം വർക്ക് ചെയ്തു. ഈ ആൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പോവാണ്, പക്ഷെ അതൊരു ചെറിയ ഷോപ്പാണ്, ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണതാണ്, നിനക്ക് അവിടെ ഭയങ്കര കാമായിരിക്കും, നീ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് നോക്ക്. അങ്ങനെ ഞാൻ ആ ഷോപ്പിലേക്ക് പോണത്. പക്ഷെ അവിടെ ഭയങ്കര കാമായിരുന്നു. അപ്പൊ അവിടെ എന്തായിരുന്നു ജോബ്? അവിടെ കിച്ചണിൽ തന്നെ ചെറിയൊരു കട, കുക്ക് ചെയ്യണം. ജസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് പാക്കിങ്ങും ഈ റാപ്പ് ഒക്കെ റോൾ ചെയ്യുക, കുക്കിംഗ് ഒന്നുമില്ല. ഈ റാപ്പ് റോൾ ചെയ്യുക, എടുത്ത് 2 റാപ്പൊക്കെ റോൾ ചെയ്ത് കേട്ടാ. ഈസി അല്ലേ? ഈസി. നമ്മളിവിടെ റാപ്പ് ഒന്നും ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. റാപ്പ് റോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇന്റേൺഷിപ്പിന്റെ ടൈമായി. അപ്പോഴാണ് ഇന്റേൺഷിപ്പിന് പിന്നെ ഈ ജോലി വിട്ടു, ഇന്റേൺഷിപ്പിന് പോയി. ഇന്റേൺഷിപ്പിന് പൈസ കിട്ടും. ഇന്റേൺഷിപ്പിന് പൈസ കിട്ടും. ഇപ്പൊ ഇവിടെ നിന്ന് പൈസ കിട്ടുമായിരുന്നു. ഞാൻ പക്ഷേ 20 hours അല്ല, ഞാൻ അതിന് മേലെ വർക്ക് ചെയ്യണ്ടായിരുന്നു. 30 ഒക്കെ വർക്ക് ചെയ്യും. പക്ഷെ ഡിക്ലെയർ ചെയ്യില്ല, 20 ഡിക്ലെയർ ചെയ്യുള്ളൂ. ബാക്കി അവർ കയ്യിൽ എമൗണ്ട് ക്യാഷ് ആയിട്ട് അങ്ങനെ തരുമായിരുന്നു. ഇന്റേൺഷിപ്പ് സ്റ്റാർട്ടായി. അപ്പോൾ 6 month കഴിഞ്ഞു. അവിടെ തന്നെ പിന്നെ എനിക്ക് ജോലിയും കിട്ടി, പെർമനന്റ് ആയിട്ട് കിട്ടി. പിന്നെ അവിടെ തന്നെയാണ് 1 year ഒക്കെ ഞാൻ അവിടെ തന്നെ മെയ്ജ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ഇടയ്ക്ക് പിന്നെ നാട്ടിലേക്ക് വന്നു. പിന്നെ മാരേജിന്റെ കാര്യങ്ങളും ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കമ്പനിയിൽ കയറി. മാരേജ് കാര്യം പറയുമ്പോ അല്ല അങ്ങനെയല്ല, അപ്പൊ ഞാൻ അതൊരു സംഭവമാണ്. ഈ ലിബിന് മാരേജ് ചെയ്യുന്നപ്പോ 24 or 25 ഞാൻ പറഞ്ഞു ഫ്രാൻസിലൊക്കെ പോയതല്ലേ ഉള്ളൂ, പയ്യൊക്കെ ഒന്ന് അവിടെയൊക്കെ സെറ്റിലായി ഒന്ന് കറങ്ങിയിട്ടൊക്കെ പയ്യെ ഒന്ന് വന്ന് കെട്ടാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ വൈഫിനൊരു മീറ്റാന്നാണ്. മീറ്റിനോട് ചോദിച്ചു, എന്താ മീട്ടാ ഇങ്ങനെ ലിബിന് ഇത്രയും, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ചെറുപ്പമല്ലേ, എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ ലിബിൻ ചേട്ടനാണ് നിന്നെ നിർബന്ധിച്ചത്, എനിക്ക് ഇപ്പൊ കെട്ടണം എന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ്. ബിഫോർ മാരേജ് 24, ആഫ്റ്റർ മാരേജ് 26 ആയി. എങ്ങനെ 1 വർഷത്തിനുള്ളിൽ വയസ്സ് കൂടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയാം. എന്റെ സംശയം 24 വയസ്സിലെ കെട്ടിയെന്നാണ്. അല്ല, നിങ്ങൾ വന്നല്ലേ എന്റെ കല്യാണത്തിന്? അതാണ് അപ്പൊ ലിബിൻ 1 വർഷം വർക്ക് ചെയ്തിട്ടാണ് കെട്ടിയത്? ഒന്നല്ല, 2 വർഷം വർക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞത്. 20 ഈ വർഷം പറഞ്ഞില്ല കല്യാണം, ഞാൻ 22nd ജോലിക്ക് കയറിയതാ. എന്നിട്ട് അപ്പൊ ജോലി അങ്ങനെ പോയി തുടങ്ങി. ഫ്രാൻസിൽ ലൈഫ് പൊതുവെ എങ്ങനെയുണ്ട്? എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു, സത്യം പറഞ്ഞ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഫുഡ് പ്രശ്നം തോന്നിയോ? ഫുഡ് ആദ്യമൊക്കെ ഞങ്ങള് പിന്നെ കുക്കിംഗ് ആയിരുന്നു. പിന്നെ ഇടക്ക് ഇപ്പൊ ഞാൻ പുറത്തുനിന്നൊന്നും അധികം കഴിക്കില്ലായിരുന്നു. പുറത്തുനിന്ന് കഴിച്ചാലും ഫസ്റ്റ് നമുക്ക് ഈ കറൻസി എപ്പോഴും നമ്മളിങ്ങനെ മൈൻഡിൽ കൺവേർട്ട് ചെയ്ത് അതൊരു ഭയങ്കര പ്രശ്നമല്ലേ, എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഏൺ ചെയ്ത് പതുക്കെ തുടങ്ങുമ്പോഴേക്കും പിന്നെ അത് നോർമലാവും. പക്ഷെ അപ്പോഴും ഈ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് ഈ പൊട്ട ഫുഡ് കഴിക്കണോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. പക്ഷെ
ഇപ്പൊ ഉണ്ടാവില്ലല്ലോ. നമ്മള് എന്താ 25,000 രൂപയ്ക്ക് മറ്റേ എന്താണ് ബൊഫെ അല്ലേ? എവിടെയാ ന്യൂ ഇയറിനൊക്കെ പോയിട്ട് ആളെ 25,000 വെറുതെ രൂപയുടെ പറയാണ്. buffet. മറ്റേ ഏതോ ഒരു ന്യൂ ഇയറിന് ഏതോ ഹോട്ടലിലൊക്കെ പോയി ആയിട്ട് ഐഫിൽ ടവറിന്റെ വ്യൂ ഒക്കെ ഉള്ള ഫോട്ടോ എടുത്തിട്ടപ്പോ ഞാൻ ചോദിച്ചു, ലിവൻ കൊള്ളാലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കൊരു സംഭവം ഐഫിൽ ടവറിന്റെ സൈഡിലൊക്കെ റൂമൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണമെന്ന്. എത്ര ഉണ്ട് ഇവര് റൂം ഷെയർ ചെയ്തിട്ട് അന്ന് എടുത്തത് അല്ലേ? 2-3 പേരുണ്ടായിരുന്നു. എന്നിട്ട് പെർ ഹെഡ് ഒരു നൈറ്റിലേക്ക് എത്രയായി? €250. €250, ഏകദേശം 25,000 രൂപ കൊടുത്തിട്ടാണ് ഐഫിൽ ടവറിന്റെ ഫ്രണ്ടിന്റെ സൈഡിലിരിക്കുന്ന റൂം എടുത്തത്. ഇതൊരു വല്ലാത്ത enjoyment 25,000 രൂപ കൊടുത്തൊന്നും ഒരു നൈറ്റിൽ അത് ഒരാൾക്കാണ്, ഒരു റൂമിനല്ല. അല്ല, നിങ്ങൾ ഡെയിലി ഗോവയിൽ പോകുന്നു, മുംബൈ പോകുന്നു, ഗോവ മുംബൈ എന്നൊക്കെ പറഞ്ഞ 5,000-7,000 രൂപയുടെ കാര്യമുള്ളൂ. അവിടെ പൈസ കൊടുക്കണ്ടേ? അപ്പൊ അല്ല, പൊതുവെ എങ്ങനെയുണ്ടല്ലോ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാര് റേസിസം ഉണ്ടോ? ഫ്രഞ്ചുകാർ റേസിസം അല്ല, അവർക്ക് എപ്പോഴും നമ്മളൊരു ഡിഫറെന്റ് ആണ്. മീൻസ് അവർ കണ്ടേക്കണത് ബ്ലാക്കിനെയും വൈറ്റ്സിനെയും ആണ്. അവർക്ക് അധികം കോമൺ അല്ല, കളേർഡ് പീപ്പിൾ അധികം കോമൺ അല്ല. പണ്ട് തൊട്ടേ അവിടെ ബ്ലാക്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരാള് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു ഡിഫറൻസ് ഉണ്ട് അവർക്ക്. ഇപ്പോൾ കളേർഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇവൻ എങ്ങനെയാണ് എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു പേടി ഉണ്ടാവും, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും അവര്. ഒന്നാമത് പാരീസിൽ എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, കാരണം ഈ കളവും സ്റ്റോളൻ അതൊരു ഭയങ്കര സംഭവമാണ്. ഈ പാരീസിൽ എനിക്ക് ഈ നമ്മൾ ഈ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും പോവാത്തവർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാർ വിചാരം പാരീസ് ആണ് ഫ്രാൻസ് എന്നാണ്. പക്ഷെ പാരീസ് ആണ് മോഷണം, ഹൈജീൻ, ഡേർട്ടി ആണോ സിറ്റി? ഭയങ്കര ഡേർട്ടിയാണ് ഇപ്പോ. പക്ഷെ ഈ ഒളിമ്പിക്സ് വന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫുള്ളി ക്ലിയർ ചെയ്തു. ഇപ്പൊ അടിപൊളിയാണ്. മെയിൻ ആയിട്ട് ഈ റെഫ്യൂജീസും അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസും ഒരുപാട് പേര് കയറി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റെസിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രി ഫ്രാൻസ് ആണെന്ന് തോന്നുന്നത്. ആൾക്കാരെ വെൽക്കം ചെയ്യും. പക്ഷെ അതുകൊണ്ട് അവിടുത്തെ സിറ്റിസൻസിന് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റം ഓവർലോഡ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സോഷ്യൽ സർവീസ് ഓവർലോഡ് ആവുന്നുണ്ട്, സേഫ്റ്റി ഭയങ്കര വിഷയമാവുന്നുണ്ട്. പക്ഷെ ഫ്രാൻസിൽ പാരീസ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സദേൺ ഫ്രാൻസും അങ്ങോട്ടും കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഫ്രാൻസ് ആക്ച്വലി കിഡിലൻ കൺട്രിയാണ്. എൻ്റെ ഇതില് സദേൺ ഫ്രാൻസ് ഔട്ടർ പാരീസിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഇത് മാറി, ആ ഒരു കൺട്രിയുടെ ഇതേ മാറി. ഫ്രാൻസ് ശരിക്കും നല്ലതാണ്. പക്ഷെ പാരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും പാരീസ് ഭയങ്കര മോശം സിറ്റിയാണ്. ബാക്കി ഞാൻ ഇപ്പൊ ഡിജോണിലേക്ക് പോയാലും അല്ലെങ്കിൽ ലിയോണിലേക്കൊക്കെ പോയാലും കിഡിലൻ യൂറോപ്യൻ സിറ്റിയാണ്, നല്ല ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമാണ്. എപ്പോഴും അവിടുത്തെ ആൾക്കാരെ നമുക്ക് കാണാം. പക്ഷെ പാരീസിൽ ഒരിക്കലും പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലുള്ളൂ. സേഫ്റ്റി പ്രശ്നം വല്ലതും തോന്നിയിട്ടുണ്ടോ? സേഫ്റ്റി പ്രശ്നമാണ്, നൈറ്റ് ഒക്കെ പ്രശ്നമാണ്. നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ള അതാണ് മെയിൻ ഫാക്ടർ. പ്രോപ്പർ സിറ്റിയിലാണ് ഇതൊക്കെ വന്ന സംഭവം. ഞാനിപ്പോ അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ, പാരീസിലൊരു റെസിഡൻഷ്യൽ, അവിടെ ഒരു കുഴപ്പം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് അവിടെ രാത്രിക്ക് ഇറങ്ങി നടക്കാൻ കുഴപ്പമില്ല. എനിക്ക് അവിടെ മെയിൻ സിറ്റിയിലേക്കൊക്കെ പോയാലോ, ഇപ്പോ ഐഫൽ ടവറിന്റെ സൈഡിലേക്കൊക്കെ പോയാലുണ്ടാവും. മീൻസ് അവിടെ ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന റോബറിക്ക് വേണ്ടി റോബറിയും പിന്നെ ഈ കാർഡ് ഗെയിംസ് അങ്ങനെയുള്ള കുറെ ഫേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐഫൽ ടവർ ടൂറിസ്റ്റുകളെ സ്കാം ചെയ്യാൻ വേണ്ടി ഇപ്പം യൂറോപ്പ് ശരിക്കും ആയി. സ്വിറ്റ്സർലൻഡ് അതിൽ കുഴപ്പമില്ല, സ്വിറ്റ്സർലൻഡും കുഴപ്പമില്ല, ഇറ്റലിയിലുണ്ട്, ഇറ്റലി ഉണ്ട്, ആംസ്റ്റർഡാം ഉണ്ട്, ഐ മീൻ നെതർലൻഡ്സിൽ. പക്ഷെ ഇതൊക്കെ മെയിൻ ആയിട്ട് ബെൽജിയം ഉണ്ട്, ഈവൻ ഒരു ജർമ്മനി ഒന്നും അത്രയും പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റലി, ഫ്രാൻസ് മെയിൻ ആണ്, നെതർലൻഡ്സും ഉണ്ട്, ആംസ്റ്റർഡാമും, സ്പെയിൻ ഉണ്ട്. സ്പെയിൻ ഭയങ്കരമായിട്ട് അവര് ബ്രേസ്ലെറ്റ് ആയിട്ട് വരും, കെട്ടാൻ ഫ്രീ ആന്ന് പറയും. എന്നിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് പൈസ ചോദിക്കും, തന്നില്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ് അപ്പ് ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. വെറുതെ പോവായിരുന്നോ, ഞാൻ ഒറ്റയ്ക്ക് ബാക്ക് പാക്ക് ചെയ്ത് പോവാന്ന് എന്തായാലും പോയി ഉറപ്പായിട്ട് കാണിക്കും. ഏതെങ്കിലും പെൺപിള്ളേരുടെ ആണെങ്കിൽ 2 കൈ കൂടെ കാണിക്കും. എനിക്ക് ബ്രേസ്ലെറ്റ് അത് കഴിയുമ്പോ എല്ലാം കൊണ്ടുപോകും. അത് ഐഫോണും കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പൊ ഫ്രാൻസ് ആദ്യമേ ഇഷ്ടമായില്ല. പിന്നെ ഈ ഞാൻ അവിടെ ആ ഏരിയയിലൊക്കെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരും എപ്പോഴും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനത്തെ തെഫ്റ്റും പിന്നെ ഈ പേടിച്ച് നൈറ്റ് വരുന്നതും രാവിലെ എപ്പോഴും നമ്മൾ ഈ കോൺഷ്യസ് ആവും, ഈ ഫോണുണ്ടോ, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ആദ്യമേ. പക്ഷെ ഇപ്പോൾ ഞാൻ ഔട്ടർ പാരീസിലേക്ക് വർക്കിന് പോകുമ്പോഴും പിന്നെ ഞാൻ താമസമൊക്കെ മാറിയപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയി. പിന്നെ ഒറ്റക്കാണ് പ്രൈവറ്റ് ആയിട്ടുള്ള താമസം. ഒറ്റക്കുള്ള ജീവിതം എങ്ങനെയുണ്ട്? ആക്ച്വലി നല്ലതാണ്.
അല്ല അങ്ങനെയല്ല വീട്ടാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒന്നും കട്ടിയില്ല കേട്ടാ. അല്ല അത് കട്ട് ചെയ്യാണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ബാക്കി ഷെയറിംഗ് വെച്ച് നോക്കുമ്പോ ഷെയറിംഗിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നാട്ടിൽ നിന്ന് പോയി അവിടെ ജീവിക്കുന്നതിൽ ബുദ്ധിമുട്ടുമല്ലോ അതുണ്ട്. മിസ്സിംഗ് അല്ലാതെ ബാക്കിയുള്ള രീതിയിൽ, ബാക്കിയുള്ള രീതി എന്ന് ലൈക് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ്, എക്സ്പെൻസ്, ഫുഡ്. എനിക്ക് അവിടുത്തെ ക്ലൈമറ്റാ കുറച്ചും കൂടെ ഇഷ്ടം. സമ്മർ അല്ല, വിന്റർ ടൈമും സ്പ്രിംഗ് ഒക്കെ അവിടത്തെ ഇഷ്ടം. പിന്നെ ജോബ് അനുസരിച്ച് നല്ലതാണെങ്കിൽ ബാക്കി എക്സ്പെൻസും കാര്യങ്ങളും വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഒരു ഫസ്റ്റ് ടൈം അവിടെ ഒരാൾ ജോലിക്ക് വരുന്നത് എക്സ്പീരിയൻസ്, സാധാരണ ഒരു പയ്യൻ ഫസ്റ്റ് ടൈം ഇവിടെ സാധാരണ ഒരു 2 years 3 years കഴിഞ്ഞ് പാരീസിലേക്ക് വരുന്നു, അവർക്ക് എത്ര സാലറി ഉണ്ടെങ്കിലാണ് അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ലൈഫ് ജീവിക്കാൻ പറ്റുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ देयर. അല്ല എന്നാലും ഇപ്പൊ ലിബിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് അബവ് മിഡിൽ ക്ലാസ് ഉള്ള ലൈഫാണല്ലോ, കാരണം അങ്ങനത്തെ ലൈഫ് നോക്കിയാണല്ലോ അവിടെ പോകുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു പാത്രം കഴുകാനോ റെസ്റ്റോറന്റ് ജോലിയോ അങ്ങനെ നോക്കുന്നവരല്ല, പ്രോപ്പർ ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പോകാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് എത്ര വേണം? പാരീസിൽ ആക്ച്വലി എക്സ്പെൻസീവ് ആയിട്ടും നമുക്ക് ജീവിക്കാം, അല്ലാന്നാണെങ്കിലും ജീവിക്കാം. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ ലീഗലി ഒരു സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ 600 700 800 euro ഒക്കെ ആവും. പക്ഷേ ചിലപ്പോൾ നല്ല റൂമായിരിക്കും, ലീഗലി ആണ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരൊന്ന് മെയിൻ്റെനൻസ് ചെയ്യും. പിന്നെ എനിക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം, അസിസ്റ്റൻസിന് ഹെൽപ്പ് മീൻസ് ക്യാഷ് അവർ ഇങ്ങോട്ട് തരും ഒരു എമൗണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഹൗസിംഗ് അസിസ്റ്റൻസ് കിട്ടും, മീൻസ് പൈസ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. ലീഗലി പോയാൽ ഈ കോൺട്രാക്ട് വേണം, സ്റ്റുഡന്റ് ആയിരിക്കണം, പിന്നെ അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ലീഗൽ ആണെങ്കിൽ ചിലപ്പോൾ 200 euro കൊടുത്താൽ മതിയായിരിക്കും, പക്ഷെ ഷെയറിംഗ് ആയിരിക്കും, ചിലപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യില്ല. അത് വിടും. അപ്പൊ പ്രോപ്പർ ആയിട്ട് എല്ലാം ലീഗലി ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു 2000 euro അല്ലെങ്കിൽ 1800 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 600 ഒക്കെ റെന്റ് കൊടുത്താൽ പിന്നെ അത്യാവശ്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും കഴിഞ്ഞ് നമുക്ക് സേവിങ് ചെയ്യാൻ പറ്റും. 2000 euro ഉണ്ടെങ്കിൽ സേവിങ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഫോൺ ചാർജ് പക്ഷെ 2000 അത് തന്നെ ബേസിക് എക്സ്പെൻസ്. ഈ 2000 യൂറോയിൽ ഞാൻ പറയുന്നത് ഇപ്പം ഒരു നാട്ടിലേക്ക് വരുന്ന ടിക്കറ്റ് എല്ലാം കൂടെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അതിനുള്ള സേവിങ്സ് വന്നത് ഒരു 70,000 ഒക്കെ സേവ് ചെയ്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം 1,200 എന്തായാലും 500. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് 2000 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എമൗണ്ട് അല്ല. ഈവൻ ഒരു ഇന്ത്യയിൽ വരെ അത്ര ഏൺ ചെയ്യുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടല്ലോ. സോ പാരീസിൽ അതൊരു ഭയങ്കര സാലറി അല്ലല്ലോ. അല്ല അത് ശരിക്കും ബേസിക് സാലറിയാണ്. 1,800 2,000 ഒക്കെ ബേസിക് സാലറിയാണ്. അപ്പൊ അതിന് താഴെയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അതിന് താഴേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ജോബ്സ് ആണ്. ലീഗലി വരുമ്പോഴേക്കും 1,800 സ്റ്റാർട്ടിങ്, 1,800 അല്ല, ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അവർ ബ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് ടാക്സ് വരുന്നത് 1,784 ആണ് വിത്ത് ടാക്സ് വരുന്നത്. മീൻസ് നമ്മൾക്ക് കൈ കിട്ടുമ്പോഴേക്കും 1,400 ആണ് അതിൽ കൈ കിട്ടുന്നത്. 1,800 ഉണ്ടെങ്കിൽ 1,400 കൈ കിട്ടുള്ളൂ. അവിടെ എത്ര പെർസെന്റേജ് ടാക്സ്? എനിക്ക് തോന്നുന്നു 24 അങ്ങനെ എന്തോ ആണ്. പക്ഷെ അതുകൊണ്ട് അവരുടെ ഹെൽത്ത് കെയർ അതൊക്കെ ഉണ്ട്. അതിപ്പോ ജർമ്മനിയിൽ 45 കണ്ടൊക്കെ അല്ലേ ടാക്സോ? എങ്കിലും കൂടുതൽ ജർമ്മനിയിലല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല ആണെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ കയ്യിൽ 1,400 കിട്ടിയാൽ ഓക്കെ ആണോ? 1,400 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലീവ് ചെയ്യുന്നു എന്നുള്ള ഇതനുസരിച്ചാണ്. ബേസിക്കലി നമ്മുടെ കയ്യിലൊരു 2,000 കിട്ടുവാണെങ്കിൽ ആഫ്റ്റർ ടാക്സ് കിട്ടുവാണെങ്കിൽ ഓക്കെ ആണ്. മെയിൻ എക്സ്പെൻസസ് എന്താ വരുന്നത് പാരീസിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ? ലീവിംഗ് ആണ്, റെന്റ് ആണ് മെയിൻ എക്സ്പെൻസ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും എക്സ്പെൻസീവ് അല്ല, കാരണം നമുക്ക് കാർഡ് എടുക്കാം. അത് പെർ മന്ത് 86 euros ഉള്ളൂ, ഫുള്ളി കവർ ആവും. പിന്നെ എന്റെ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ എനിക്ക് 85% റീഇംബേഴ്സ്മെന്റ് കിട്ടും. മിക്ക സ്ഥലത്തും ആള് ഒരു ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ലിബിന്റെ ഫസ്റ്റ് കമ്പനി കഴിഞ്ഞു, അതിന് സെക്കൻഡ് കമ്പനിയും ആട്ടോ ഏത് കമ്പനി ആയിരുന്നു? അതായിരുന്നു. അത് കഴിഞ്ഞ ആൾക്ക് ജോലി കിട്ടിയത് ഡിസ്നിലാൻഡിലാണ്. ഡിസ്നിലാൻഡില് കോൺട്രാക്ച്വൽ എംപ്ലോയി ആയിരുന്നു. അന്ന് ഞങ്ങളെ വിളിച്ചതാ ബ്രോ അങ്ങോട്ട്. കാരണം ഡിസ്നിലാൻഡ് ടിക്കറ്റ് അറൗണ്ട് ഒരു 8,000 10,000 എങ്ങാണ്ടാണ് എൻട്രൻസ് ടിക്കറ്റ്. ലിബിൻ അവിടെ വർക്ക് ചെയ്ത ടൈമിലുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ അവിടെ പോയായിരുന്നെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസ് കിട്ടും. ഫുഡിന് എത്ര പെർസെന്റ് ഡിസ്കൗണ്ട്? ഫുഡിനും 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. റിസോർട്ട് ഫ്രീ ആണ്, സ്റ്റേ ഫ്രീ ആണ്. അയ്യോ അതറിയില്ല. സ്റ്റേ ഫ്രീ ആണ്, മീൻസ് പാരീസിലുള്ള സ്റ്റേ ഫ്രീ ആണ്. ബാക്കി ഇപ്പൊ ഹോങ്കോങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ 25% ഓഫ് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് റൂമും കിട്ടുമായിരുന്നു. റൂമും കിട്ടുമായിരുന്നു. മൈ ഗോഡ്. അപ്പൊ അത് ആക്ച്വലി ലിബിൻ ഒരു കോൺട്രാക്റ്റിൽ കയറിയാണ്. ആ കോൺട്രാക്ട് കഴിഞ്ഞ് അങ്ങനെ ആ ടൈമിലെ ലീവിലാണ് ഇപ്പൊ നാട്ടിൽ വന്നത്. അപ്പൊ തിരിച്ച് ഡിസ്നി കയറുമോ? ഇല്ലാന്ന് ചാൻസ് കുറവാണ്. അപ്പൊ ഇത് എക്സ്പെൻസ് വരുന്നത് ലിവിംഗ് ആണ് ഏറ്റവും എക്സ്പെൻസ്. അത് നമ്മൾ ഏത് ഏരിയയിൽ താമസിക്കുന്നു എന്നുള്ള റെന്റ് ആണ് ഏറ്റവും എക്സ്പെൻസ്. റെന്റ് ആണ് ഏറ്റവും എക്സ്പെൻസ്. ഈറ്റിംഗ് ഔട്ട് എക്സ്പെൻസീവ് അല്ലേ? അതിപ്പം പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ
കൂടുതൽ കഴിക്കാം വേണമെങ്കിൽ. അല്ല പക്ഷെ ബേസിക് ആയിട്ട് ഇപ്പൊ പോയി കഴിക്കണമെങ്കിലും ഒരു അല്ല അതിപ്പോ ഈറ്റിംഗ് ഔട്ട് നമ്മൾ എങ്ങനെ ഈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് അത് അധികം ആവില്ല. ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ പൊള്ളും. ഇന്ത്യൻ ഫുഡ് അത്യാവശ്യം, ഇന്ത്യൻ ഫുഡ് അല്ല എല്ലാത്തിനും റേറ്റ് ആണ്. പക്ഷെ ഇന്ത്യൻ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ അന്ന് കൊണ്ടുപോയിട്ട് ഉഴുന്നുവടക്ക് 400 രൂപയാണല്ലോ കൊടുത്തത്. അത്ര സെറ്റപ്പ് ആയതുകൊണ്ടല്ലേ നമുക്ക് വ്യത്യാസമൊക്കെ വരും. ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിച്ചിട്ട് ബീഫിൽ ഫുള്ള് മുടിയായിരുന്നു. അത്രയും ചീപ്പൊക്കെ കിട്ടും. ഹൈജീനിലേക്ക് ഇനി അങ്ങ് വരുമ്പോ കൊണ്ടുപോട്ടോ. എങ്ങോട്ട്? ബീഫിന്റെ മുടി കിട്ടുന്നത്. അല്ല ഒരു ബേസിക് ആയിട്ട് ഒരു നല്ല ഒരു 2 പേർക്ക് പോയി ഒരു നല്ല ഭയങ്കര നല്ല സ്ഥലമൊന്നും അല്ല, ഒരു ആവറേജ് സ്ഥലത്ത് ഡിന്നർ കഴിക്കണമെങ്കിൽ എത്ര യൂറോ? ഇപ്പൊ ഒരു ബിരിയാണി ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 14-15 യൂറോ പെർ ബിരിയാണി നോർമൽ സ്ഥലത്തൊക്കെ വരും. 1500 രൂപ അല്ലേ? ഭയങ്കര നോർമലാണ്. അതാ പറഞ്ഞത്. ഇവിടെ 1500 രൂപ ഉണ്ടെങ്കിൽ എത്ര ബിരിയാണി കഴിക്കാം? ബുഫേ കഴിക്കാം. ഞങ്ങൾ ആ പൈസ കൊണ്ട് ഹയാത്തി പോയി ബുഫേ കഴിച്ചു. അവിടെ കിട്ടണ്ട, ഞങ്ങൾക്ക് കഴിക്കാലോ. അന്നേരം അവിടെ ബിരിയാണി മാത്രല്ല 100 വെറൈറ്റീസ്. അതെ, നമ്മുടെ അമിതാഭ് മാമിന്റെ ബിരിയാണി വരെ പൈസയില്. അപ്പൊ ഒരു ബിരിയാണി, അപ്പൊ 2 ബിരിയാണി കഴിക്കാൻ 2 പേർക്ക് 3000 രൂപ ഏകദേശം. നല്ല സ്ഥലത്ത് പോയി കഴിക്കാം. അതല്ലാതെ 8 യൂറോസിനൊക്കെ കിട്ടും ബിരിയാണി. എന്നാലും ഞങ്ങൾക്ക് വേണ്ട, 800 രൂപയ്ക്കും ബിരിയാണി വേണം. ഞങ്ങള് കഴിക്കില്ല. അത് ഓക്കെ, യൂറോപ്പിലേക്ക് വരരുത്. അങ്ങനെ പറയില്ല. ബീഫും വേണ്ട ഞങ്ങൾക്ക്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള സംഭവം ഉണ്ടോ അത് കേൾക്കട്ടെ. അതാണ് ഈ 15. 15 25 ഒക്കെ കിട്ടുന്നത്. പിന്നെയാണ് ബീഫിന്റെ മുടി. ഒരു 7-6 പോയാൽ ബീഫിന് മുടി വരും. മുടിയൊക്കെ വരും. ഓക്കെ, അപ്പൊ ബേസിക്കലി റെന്റാണ്, റെന്റും ആണ്. പിന്നെ ഈറ്റിംഗ് ഔട്ട് റെഗുലർലി ആയിട്ട് അത്യാവശ്യം നല്ല സ്ഥലത്ത് ചെയ്താൽ നല്ല റേറ്റ് വരും. റെഗുലർലി ഒക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര റേറ്റ് വരും. അതിപ്പോ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുവാണെങ്കിലും ഇപ്പൊ നോർമൽ ഒരു സാധാരണ എംപ്ലോയി ഒക്കെ ഡെയിലി പുറത്തുനിന്ന് പോയി കഴിക്കാൻ തുടങ്ങിയാൽ അവർക്കും സേവിങ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ ഇപ്പൊ ഒരുപാട് അഫോർഡബിൾ ഓപ്ഷൻസ് ഇല്ലേ? അതേപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ പറഞ്ഞ ഷവർമയൊക്കെ ആണെങ്കിലും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അവിടെ നിന്ന് കഴിച്ചാൽ 2 യൂറോക്ക് 3 യൂറോക്കൊക്കെ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ സെറ്റപ്പ്? മെസ്സ് എനിക്കുണ്ടായിരുന്നു. അത് ഡിസ്നിയിൽ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും മെസ്സൊന്നും ഇല്ല. കാരണം വലിയ ജോലിയുടെ കാര്യമല്ല മോനെ. അല്ലാതെ മെസ്സൊന്നും ഇല്ല. അല്ലാതൊന്നുമില്ല. അത് ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. കിനോവ, മറ്റേതാ കസ്കസ്, 2 യൂറോ ചിക്കൻ ബ്രസ്റ്റ് വിത്ത് സാലഡ് ഒക്കെയാണ് 2 യൂറോ 2-3 യൂറോയ്ക്ക് 3 യൂറോ 2.96 യൂറോയ്ക്ക് 250 രൂപയ്ക്കാണ് ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. എന്തിനാ അടുത്ത കോൺട്രാക്ട് അവിടെ കേറാൻ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ആക്ച്വലി വഴി തെറ്റിച്ച ഒരാള് ലിബിനാണ്. അതെ അതെ, സത്യമാണല്ലോ. അതിന് മുമ്പ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ആവില്ല. കാരണം ഈ പെർഫ്യൂമിന്റെ ക്രേസ് അതവിടെ നിൽക്കട്ടെ, അതിപ്പോ വന്ന കൂളിംഗ് ഗ്ലാസിന്റെ ക്രേസ് അതും അവിടെ നിൽക്കട്ടെ, അതിപ്പോ വന്ന ഷൂവിന്റെ ക്രേസ് അതാണ്. എനിക്ക് ഒരു 4 ഷൂവോ സാധാരണ മറ്റേ സ്കെച്ചേഴ്സിന്റെ ഷൂ ഇല്ലേ, വിട്ടുകള ഒരു 6-7 ഷൂ ഇരിക്കട്ടെ മാക്സിമം. ജിമ്മും മറ്റേ ഷട്ടിലും എല്ലാം കൂട്ടി 7 ഷൂ ഉണ്ടായിരുന്നതാ. ആ ഉള്ള ഇപ്പൊ കാണണം 45 എത്ര ഇപ്പൊ കറക്റ്റ് ഏകദേശം 57 കണ്ടായി. 57 ഒരു 50 ഷൂ എങ്കിലും ഇവൻ പണിയെടുത്തു. 2-3 ഷൂ ലിബിൻ തന്നാണ്, പക്ഷെ ബാക്കിയൊക്കെ എന്നെ പ്രലോഭിപ്പിച്ച് വാങ്ങിയാണ്. ഇങ്ങനെ പറയും, ചേട്ടാ സാധനം എടുത്തോ, ഇതില് നോക്കണ പോലും. എന്നാ ബുക്ക് ചെയ്തേക്കാം. അത് അവിടെ ഉണ്ടോ, എന്നാ നീ തന്നെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എന്നാ മതി. എവിടെ നിന്നൊക്കെ എടുത്തെന്നറിയോ? സ്റ്റോക്ക് എക്സ് US എടുത്ത് പാരീസിലേക്ക് ഷിപ്പ് ചെയ്ത് പിന്നെ ജപ്പാനിൽ പോയപ്പോ ഔട്ട്ലെറ്റ് അങ്ങനെ എന്നെ വഴി തെറ്റിച്ച ഒരാള് പേരായിട്ടുള്ള ഒരാള് ലിബിൻ വില്യംസ് ആണ്. അടിപൊളിയായില്ലേ, നിങ്ങൾ തന്നെ പറയണം. അതൊക്കെ ഷൂ വ്ളോഗിൽ കാണുന്നില്ല. ഷൂ അല്ല, ഇതുവരെ മേടിച്ച ഷൂ ഇതുവരെ ഇട്ടിട്ടും കൂടി. അതുപോലെ ബ്രാൻഡ് ഡ്രസ്, പെർഫ്യൂം എല്ലാം ഈ ലിബിനാണ്. ലിബിൻ വഷളായത് എനിക്കൊന്ന് പാരീസിൽ പോയിട്ടാന്ന് തോന്നുന്നു. സംഭവമായിരുന്നു. എന്നിട്ട് ഇപ്പൊ പെർഫ്യൂമിന്റെ വീക്ക്നെസ് വെറും ഒരു ഷൂ ഉണ്ടായിരുന്നു, എനിക്ക് ഇപ്പൊ 7 ഷൂ ആയി. അതിന്റെ മറ്റേ സുനാമിയുടെ അലയടിച്ചതിന്റെ ബാക്കി ഇങ്ങോട്ടേക്ക് വന്നതാ. എന്റെ റിഫ്ലക്ട് ചെയ്ത് ജെഫ്രനിലേക്കും പോയി, അന്നൂലും പോയി. ഇപ്പൊ 7-8 ഷൂസ് ഉണ്ട്. പെർഫ്യൂമിങ് വന്നിട്ടില്ല ഇതുവരെ. തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് പെർഫ്യൂം ഒക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ. എന്നാലും നശിപ്പിച്ചല്ലേ ഞങ്ങള്. നന്നായി. ഓക്കെ, എന്നിട്ട് അതൊക്കെ അപ്പൊ പാരീസില്
ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ, അതോ ആസ് എ കൺട്രി വേറെ സ്ഥലത്തേക്ക് പോകാനാണോ താല്പര്യം? എനിക്ക് ആക്ച്വലി ഇപ്പൊ യൂറോപ്പ് ഇഷ്ടമാണ്. പാരീസ്, ഫ്രാൻസ് എനിക്കിപ്പോ ഇഷ്ടമാണ്. കാരണം ഇപ്പൊ ഞാൻ അഡാപ്റ്റ് ആയി, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയി. പിജൻ കഴിച്ചിട്ടുണ്ടോ? പിജൻ, പ്രാവ്. പിജൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നാട്ടിൽ കഴിച്ചിട്ടുണ്ട്. ജയിലിൽ പോകും കേട്ടോ. പിന്നെ നാട്ടിൽ നേരത്തെ പിജൻ കൊക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. എന്നെ നോക്കണ്ട, എനിക്കൊന്നും അറിയില്ല. ഫ്രാൻസിൽ കഴിച്ചിട്ടുണ്ടോ? ഫ്രാൻസിൽ കഴിച്ചിട്ടില്ല. ഫ്രാൻസിലെ മെയിൻ സംഭവമല്ലേ പിജൻ. അവിടെ ഫ്രോഗും സ്നെയിലൊക്കെയാണ് കുറച്ചും കൂടെ പോപ്പുലർ. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇതിൽ എപ്പോഴും കളിക്കണം, ഫ്രോഗ് സ്നെയിൽ എന്ന് പറഞ്ഞു. അതെ, പക്ഷെ സ്നെയില് നിങ്ങള് യക്കെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഫ്രോഗ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല, എനിക്ക് ഇഷ്ടമായി. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ഫ്രോഗ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അതായത് കാലാണ് നമുക്ക് കാല് തന്നെയാണ്. ചിക്കന്റെ കാലില്ലേ, പക്ഷെ അല്ല, കുറച്ചും കൂടെ ഒരു ഫിഷി ടേസ്റ്റ് വരുന്നുണ്ട്. കഴിച്ചിട്ടുണ്ട്. ഒട്ടും മാരിനേറ്റഡ് അല്ല, ചുമ്മാ ബോയിൽ ചെയ്തേക്കുന്ന പോലെയാണ് അവിടെ നമ്മള് കഴിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്നെയില് ഒച്ച് ഒരു രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഒച്ച്. അത് ലിബിനെ ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് ഫ്രാൻസിലാണ് കഴിച്ചത്. അതിൽ പിന്നെ ഞാൻ മറ്റേ സിംഗപ്പൂരിൽ ക്രൂസിലും അങ്ങനെ കുറെ സ്ഥലത്ത് പോയപ്പോൾ ഇത് തപ്പിപ്പിടിച്ച് കഴിക്കുമായിരുന്നു. ഫ്രഞ്ച് ക്യൂസിനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ മറ്റേ മറ്റേ കക്ക ഇറച്ചിയൊക്കെ അതിന്റെ ഒരു ഇത് തന്നെയല്ലേ ഈ ഒച്ചെന്ന് പറയണത്. ഒരു ബന്ധവും ഇല്ല. അതിനും പുറമെ കട്ടിയുണ്ട്, ഇതിനും പുറമെ കട്ടിയുണ്ട്, എല്ലാം കറക്റ്റല്ലേ. കക്ക ഇറച്ചി ഒച്ചും മറ്റേ കസിൻസ് ആണ്. കസിൻസ് ആണ് താനോ, ഒരേ വർഗമല്ലേ ഇത്? എന്തോ ഒരേ വർഗം അല്ല, രണ്ടിങ്ങനെ ഞെങ്ങുമ്പോ അതിന് നീ സപ്പോർട്ട് ചെയ്തില്ല. നീ അങ്ങോട്ടേക്ക് ഒരു ബന്ധവും ഇല്ല. ഞാൻ ഞെക്കി നോക്കിയിട്ടില്ല ഒച്ചിനെ പിടിച്ച്. ഞാൻ ഞെക്കി നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രാൻസിലെ ബാക്കി അവര് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇപ്പൊ? ഇപ്പൊ അത്യാവശ്യം സോഷ്യലി ലൈഫ് ഉണ്ട്. ഫ്രഞ്ചാണ് കൂടുതലും ഫ്രണ്ട്സ്, അവിടെ ഉള്ളവരാ കൂടുതലും ഫ്രണ്ട്സ് എന്ന് തോന്നുന്നു ഇപ്പൊ. പക്ഷെ എനിക്ക് അത് ജസ്റ്റ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാത്രം. അല്ല, അവിടെ ഉള്ളവരെ കമ്പനി അടിച്ചത് അല്ല, അങ്ങനെയല്ല. അതിപ്പോ ഞാൻ ഡിസ്നിയിലേക്ക് കയറിയപ്പോഴേക്കും മലയാളികളെ ഇല്ല, ഇന്ത്യക്കാരെ ഇല്ല. അപ്പൊ ഉള്ളത് കൂടെയുള്ള ഫുള്ള് മലയാളി പോപ്പുലേഷൻ എങ്ങനെയുണ്ട് ആക്ച്വലി ഫ്രാൻസിൽ? ഉണ്ട്, മീൻസ് കൂടുതലും IT ഫീൽഡിലൊക്കെ അവിടെ ലാംഗ്വേജ് വേണ്ട. അപ്പൊ IT ഫീൽഡിൽ ലാംഗ്വേജ് വേണ്ട. അതിപ്പോ എവിടെ പോവാണെങ്കിലും ഇംഗ്ലീഷ് അവർക്ക് ഈ കൂടുതലും ഡെവലപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി ഇന്ത്യൻസ് ഉണ്ട്, IT ഫീൽഡിലുണ്ട്. പഠിക്കാൻ വരുന്നവരല്ല, ഡയറക്റ്റ് അവർക്ക് ജോലിയായിട്ട് IT-ലേക്ക് കിട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ള അവിടെ പോയി പഠിച്ച് ജോലി വാങ്ങുന്ന ഇന്ത്യൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അല്ലാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ എനിക്ക് അറിയാവുന്ന കുറെ പേരും പഠിച്ചിട്ട് ഇപ്പൊ ലെക്സിലേക്ക് പോണവരും അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പിന്നെ ജോലി കിട്ടി പോണവരൊക്കെ ഉണ്ട്. ഫ്രാൻസിൽ നിക്കണത് ഉണ്ട്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പറഞ്ഞില്ല എത്ര നാളുകൊണ്ട് ലാംഗ്വേജ് പഠിച്ചു എന്നുള്ളത്. അത് ഏകദേശം ഞാൻ ഇന്റേൺഷിപ്പിനൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചെറുതായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാ ദിവസവും, കാരണം ഇംഗ്ലീഷ് ആരും സംസാരിക്കില്ല, പിന്നെ ഇത് കേട്ട് നമ്മൾ അങ്ങോട്ടും പഠിച്ച് അത്യാവശ്യം ഫ്ലുവന്റ് ആയി. എഴുതാനോ ഇപ്പൊ അറിയാം. എഴുതാൻ ഇംഗ്ലീഷ് വേർഡാണ് ആക്ച്വലി, എല്ലാം ഇംഗ്ലീഷ് വേർഡാണ്. ഓക്കെ. ഇപ്പൊ ജോലി നോക്കുന്നവർക്ക്, ഇന്ത്യയിൽ നിന്ന് പാരീസിലേക്ക് ജോലി നോക്കുന്നവർക്ക്, ഫ്രാൻസിലേക്ക് ജോലി നോക്കുന്നവർക്ക് ലിബിന്റെ ടിപ്സ് എന്താ ഉള്ളത്? ലാംഗ്വേജ് പഠിക്കാനുള്ള മെയിൻ ലാംഗ്വേജ് ഇവിടെ നിന്ന് എടുത്തിട്ട് വന്നാല് നല്ല ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ മതി. അത് വേറെ സർട്ടിഫിക്കേഷൻ വല്ലതും ഉണ്ടോ? സർട്ടിഫിക്കേഷൻ ഉണ്ട് ആക്ച്വലി. A1 A2 B1 B2 ഫ്രഞ്ചിനുണ്ട്. അത് ഇവിടെ തന്നെ എഴുതിയെടുക്കാം. ഇവിടെ തന്നെ C1 C2 വരെയൊക്കെ ഉണ്ട്. ഓക്കെ. ഏതുവരെ അറിയണം? ബേസിക് ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ജോലി B2 വരെയെങ്കിലും അറിഞ്ഞാലാണ് നല്ലത്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ ഫ്രഞ്ച് വേറേതാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോ സാധനങ്ങളുടെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളും അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. വർക്ക് എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു 2 years ഇവിടെ ഒരു വർക്ക് എക്സ്പീരിയൻസും ഒരു B2 ലാംഗ്വേജും പഠിച്ച് ഫ്രാൻസ് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്? അത് ഏത് ജോലി, ഏതാ ഫീൽഡ്, ഏതാ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത്? ഫാഷൻ ആണ് കൂടുതലുള്ളത്. പിന്നെ ഈ റെസ്റ്റോറന്റ് ജോബ്സ് ഉണ്ട്, പിന്നെ IT ഫീൽഡ് ഉണ്ട്, മാർക്കറ്റിംഗ് ഫീൽഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ജോബ്സും ഉണ്ട്. പിന്നെ ഇപ്പോ ബാക്കിയുള്ള ഈ ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള ശരിക്കും അങ്ങനത്തെ ഇലക്ട്രിക്കൽ വർക്ക്, ഫിറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചാൻസ് ഉള്ളു. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉള്ളവർ തന്നെ കോമ്പറ്റീഷൻ ആക്ച്വലി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആൾക്കാർ കുറവാണ്, ആരും വർക്ക് ചെയ്യാനും ഇല്ല. പിന്നെ അവിടുത്തെ ആൾക്കാർ ഒട്ടും എഡ്യൂക്കേറ്റഡും അല്ല.
എഡ്യൂക്കേറ്റഡ് അല്ല. എന്റെ കൂടെ ഇപ്പൊ ഞാൻ ഡിസ്നിയിൽ വർക്ക് ചെയ്ത ആരും എഡ്യൂക്കേറ്റഡ് അല്ല. പക്ഷെ അവർക്ക് ജോലി കിട്ടുന്ന എങ്ങനെയാ? എന്ന് പറഞ്ഞാൽ അവരവിടെ ഉള്ള കാരണം അവർക്ക് അവിടെ നമ്മളുടെ ഇവിടെയാണ് ആക്ച്വലി എക്സ്പീരിയൻസ് വേണം, നീ ഇന്നത് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഒരു മെയിൽ അഴക്കാൻ അറിയാമെങ്കിൽ ഞാനിത് ചെയ്യാൻ എനിക്ക് അറിയാവുന്നവരെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്ക് കയറാം. എഡ്യൂക്കേഷൻ വേണ്ട, കാര്യപ്രാപ്തി മതി. മതി. നമ്മൾക്കിപ്പോ ഒരു ജോലി ചെയ്യാൻ നമുക്ക് അറിയാം. ഇപ്പൊ വ്ളോഗിങ് ആണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരു വ്ളോഗിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മതി. അല്ലാതെ നീ അത് പഠിച്ചിട്ടുണ്ടോ, നമ്മളുടെ ഇവിടെയാണ് കൂടുതൽ 5 ഇയർ എക്സ്പീരിയൻസ് വേണം, 6 ഇയർ എക്സ്പീരിയൻസ്. അവിടെ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നമ്മൾ അതിനകത്ത് അറിയാമോ ചെയ്ത് ചിലപ്പോൾ ട്രയൽ ഉണ്ടാവും, ട്രയൽ പീരീഡ്സ് ഉണ്ടാവും 4 or 5 days. അതിനകത്ത് നമ്മൾ ഓക്കെ ആയിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ജോലി. പ്രാക്ടിക്കൽ എന്ത് ഇത് കാണിക്കണോ അതായിരിക്കും കറക്റ്റ്. ആൻഡ് ഫ്രാൻസിൽ ഞാൻ പറഞ്ഞ പോലെ വരുന്നവർക്ക് ടിപ്സ് എന്താ ഉള്ളത്? ലാംഗ്വേജ് പഠിക്കുക. അവിടെ വന്ന് ജോലി അന്വേഷിച്ച് കിട്ടാൻ പറ്റുമോ? ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഇപ്പം അവിടെ ഏറ്റവും ബെസ്റ്റ് CV ആയിട്ട് ഡയറക്റ്റ് പോയി സംസാരിക്കുക. അല്ല പിന്നെ ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഇതിലൊക്കെ ആപ്ലിക്കേഷൻ വന്നാൽ ഉറപ്പായിട്ട് ഒരു റിപ്ലൈ തരും. ആണെങ്കിലും റെഫ്യൂസൽ ആണെങ്കിലും അക്സെപ്റ്റ് ആണെങ്കിലും ഉറപ്പായിട്ട് ഒരു തരും. കൂടുതലും എനിക്ക് തോന്നുന്നത് ഇൻഡീഡിലാണ് അവിടെ കൂടുതലും ഫോളോ ചെയ്യണ ആൾക്കാർ. അപ്പം അതിൽ നിന്ന് എന്തായാലും വരും, അറ്റ്ലീസ്റ്റ് ഇന്റർവ്യൂ കോളെങ്കിലും വരും. അപ്പൊ നമ്മളെ ഇന്റർവ്യൂവിലും നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇങ്ങനെ എനിക്ക് ഫ്രഞ്ച് അറിയില്ല, ബേസിക് അറിയുള്ളൂ അങ്ങനൊന്നും പറയരുത്. അറിയാം എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ പൊട്ട ഫ്രഞ്ച് പറഞ്ഞാലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് പോയിട്ട് എനിക്ക് അറിയില്ല, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചാല് അവരെനിക്ക് അറിയില്ല, അറിയാവുന്നാണെങ്കിലും അവർക്കും പേടിയാണ് നമ്മളെ പോലെ. ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ള അവർക്കും ചെറിയ മടിയാണ്. അവരപ്പം തന്നെ കോൺഫിഡൻസ് ലെവൽ എന്തോരം അതിനനുസരിച്ച് ജോലി കിട്ടും. ശരിക്കും നമ്മുടെ ഇവിടെ മറ്റേ മലയാളം അറിയാവുന്ന ബംഗാളികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ജോലി കിട്ടും. ഇതേപോലെ തന്നെ. ആൻഡ് അവിടെ എന്താണ് ഫ്യൂച്ചർ? അവിടെ നിൽക്കാൻ പ്ലാൻ ഉണ്ടോ അതോ കൺട്രി വൈസ് ഇഷ്ടമായോ? കൺട്രി വൈസ് ഇഷ്ടമാണ്, പക്ഷെ വൈഫിന്റെ കാര്യം കൂടെ നോക്കണം. കല്യാണം കഴിഞ്ഞിട്ട് എത്രാമത്തെ മാസം പോയത്? 2 മാസം കഴിഞ്ഞിട്ട് പോയി. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്ന എന്താ പാവപ്പെട്ട ഫ്രഞ്ച് മലയാളിയാണ്. ആഗ്രഹം ഉണ്ടായിട്ടല്ലോ. അതുകൊണ്ട് പോട്ടെ. അതുകൊണ്ട് വൈഫിനെ ഇപ്പൊ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാണ്. പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള പ്ലാൻ നോക്കും. ഓക്കെ. അല്ലാതെ അവിടെ ജീവിക്കുന്നതിലും ഇപ്പൊ സപ്പോസ് വൈഫും കൂടെ വന്നു കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ പറയുന്നത് ഫ്രാൻസിലേക്ക് മീൻസ് ഇപ്പൊ മീറ്റൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ നാട്ടിൽ നിന്നൊന്ന് മാറി ഏതെങ്കിലും യൂറോപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ പോയി ഒന്ന് ഹെക്റ്റിക് ഇല്ലാതെ വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഫ്രാൻസ് ആണെങ്കിലും എവിടെയാണെങ്കിലും. എനിക്കിപ്പോ ഫ്രാൻസ് ആണ് ഏറ്റവും ബെറ്റർ. വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാ ഇപ്പൊ ലീഗലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭയങ്കര വർക്കിംഗ് അവേഴ്സ് ആണോ, സ്ട്രിക്റ്റ് ആണോ വർക്ക് ലോഡ്? 35 hours ആണ്. ഒട്ടും സ്ട്രെസ്ഫുൾ അല്ല. പെർ ഡേ 7 hours വർക്ക് ചെയ്താൽ മതി. 5 days വർക്ക് ചെയ്താലും മതി. പിന്നെ ഇയർലി 26 days ലീവ് ഉണ്ട്. ഇപ്പോ നല്ല കമ്പനീസ് ആണെങ്കിൽ 13th month സാലറി ഉണ്ട്. ഡിസ്നിയിൽ ഇപ്പൊ 14th month സാലറി ഉണ്ട്. എന്ന് പറഞ്ഞാല് 12 മാസം വർക്ക് ചെയ്താൽ 14 മാസം വർക്ക് ചെയ്യണ്ട. 11 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം നമുക്ക് ലീവ് എടുക്കാമല്ലോ. അപ്പൊ 12th month നമുക്ക് ലീവ് എടുക്കാം. 11 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം സാലറി പോലെ. ഇപ്പൊ 11th month നമ്മൾ കഴിഞ്ഞു. 11th month വരെ സാലറി കിട്ടി. പെയ്ഡ് ലീവ് ആണ് 1 month. 12th month നമുക്ക് സാലറി കിട്ടി. പിന്നെ അതല്ലാതെ 13th month സാലറി അത് മിക്ക എല്ലാ കമ്പനീസിലും ഉണ്ട്. പിന്നെ ഭയങ്കര ഹൈ ഇപ്പൊ ഡിസ്നി പോലത്തെ ഉള്ള കമ്പനീസ് ആണെങ്കിൽ 14th month അവർ പേ ചെയ്യും. പിന്നെ ഈ അതല്ലാതെ ഇപ്പൊ എനിക്ക് ഇപ്പൊ എല്ലാ കമ്പനീസിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനീസ് ഉണ്ടായിരുന്നില്ല. ഡിസ്നിയിലുള്ളത് പെർ ഇയർ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു €100 അവർ തരും. വൈഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു €100 വരും. നമുക്ക് ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ TV വാങ്ങാനോ എല്ലാ മാസവും പെർ ഇയർ €100 തരും. ഇപ്പൊ പിള്ളേരുണ്ടെങ്കിൽ €50. ഇപ്പൊ എത്ര പിള്ളേരുണ്ടോ €50 അവർക്കും കൊടുക്കും. പിന്നെ അതല്ലാതെ പ്രോഫിറ്റ് കിട്ടും. പെർ ഇയർ ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണോ അതിൽ നിന്ന് ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടും. അതൊരു 1600 1700 പെർ ഇയർ 1 ടൈം ആണ് കേട്ടോ. അത് അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ കിട്ടും. അതാണ് നല്ല ജോലി കിട്ടി അങ്ങോട്ട് പോയാൽ നല്ല സ്ഥലമാണ് ജീവിക്കാൻ. പക്ഷെ സേഫ്റ്റി ആണ് എനിക്കൊരു വിഷയമായിട്ട് തോന്നുന്നത്. ഞാൻ പറഞ്ഞു നല്ല സ്ഥലത്ത് താമസിക്കുമ്പോഴേക്കും ഞാൻ ഇപ്പൊ ഡിസ്നിയിൽ നിന്നൊക്കെ ഞാൻ ചില സമയത്ത് ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരും ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഒട്ടും അങ്ങനെയുള്ള ആൾക്കാർ കാരണം
അവിടെ പാരീസിലല്ലല്ലോ ഇപ്പൊ. പാരീസിലാണ് ഞാൻ ശരിക്കും. ആക്ച്വൽ പാരീസ് ഞാൻ 16th ഇപ്പൊ പാരീസ് ആക്ച്വലി 1 to 20 അറൗണ്ടിസ്മെന്റ് എന്ന് പറയും. നമ്മളുടെ ഇവിടെ ഇപ്പോ കൊച്ചിൻ 6, കൊച്ചിൻ 7 എന്നൊക്കെ പറഞ്ഞ പോലെ 20 അറൗണ്ടിസ്മെന്റ് വരെ പാരീസ് ഉള്ളൂ. അപ്പൊ അതിനകത്ത് 20th ഒക്കെയാണ് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലങ്ങള്. പിന്നെ ഞാനിപ്പോ 16 ഐഫിൽ 7, ഞാൻ 7ഉം 16ഉം അടുത്തടുത്താണ്. ഞാൻ 16th എനിക്ക് ഇപ്പൊ എന്റെ റൂമിൽ നിന്ന് നോക്കിയാൽ ഐഫിൽ ടവർ കാണാം. വിൻഡോയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഐഫിൽ ടവർ വിടില്ലല്ലോ എവിടെ പോയാലും. അത് കാണാൻ എനിക്ക് ഞാൻ നിർബന്ധിച്ചല്ല, അവിടെ വന്ന് നിന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ ഇപ്പൊ ഇതുവരെ ഒരു പ്രശ്നമില്ല. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് ജീവിക്കാനുള്ള അവർക്ക് പറ്റില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അവിടെ രാത്രി കറങ്ങി നടന്നാലൊന്നും കുഴപ്പമില്ല. അവിടെ ഫുള്ള് ഈ ഫ്രഞ്ച് സ്റ്റുഡൻസും പിന്നെ അടുത്ത് തന്നെ കുറെ കോളേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സ്റ്റുഡൻസും പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ താമസിക്കുന്നത്. മെട്രോ ഒക്കെ ഭയങ്കര ഡേർട്ടി അല്ലേ? എന്റെ മെട്രോ ഡേർട്ടി അല്ല, കാരണം പുതിയ മെട്രോ M9 ആണ്. പക്ഷെ നമ്മള് യൂസ് ചെയ്ത M7 ഒക്കെ ഭയങ്കര ഡേർട്ടി ആണ് ഇപ്പോഴും. പിന്നെ ആൾക്കാരെ നമുക്ക് ഇവിടെ ഒന്നും കൊച്ചിയിലും ഇന്ത്യയിലൊന്നും നമുക്ക് അങ്ങനെ ഏഷ്യൻ കൺട്രീസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ മെട്രോയിലൊന്നും ആൾക്കാർ ചാടിപ്പോവും, ഈ എമൗണ്ട് കൊടുക്കാതെ ചാടിയൊക്കെ പോവും. അവിടെയോ? ഇപ്പോഴും ഉണ്ടല്ലേ? പക്ഷെ അങ്ങനെ പോവാൻ പറ്റുമോ? അവിടെ പോകുന്നേ പറ്റും. അവിടെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. ഇപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാം ഇവര് ചാടി പോകുന്നുണ്ടെന്നൊക്കെ, പോലീസും കാണും. പക്ഷെ അവർക്ക് അത്രയും ഓവർ ഇമിഗ്രൻസ് ആയി അവിടെ. ഈ ഏരിയ ഒക്കെ അപ്പൊ നല്ലതാ താമസിക്കാനൊക്കെ, പക്ഷെ എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ഫ്രഞ്ച് മലയാളിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. അതെ, ഞാൻ എന്ത് സംസാരിക്കും, നമുക്ക് വേണ്ടെന്ന് എന്തൊക്കെയായിരുന്നു. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം നമുക്കും അറിയാത്ത കുറെ കാര്യങ്ങളും ഇങ്ങനത്തെ ഒക്കെ. അത് മാത്രല്ല, ഒറ്റയ്ക്ക് പോയി ഒരാള് എന്തായാലും അവിടെ പോയി ഒരു ലൈഫ് നടത്തിയത്, അത് ഈ ഒരു യങ് ഏജിൽ നമുക്കൊരു എന്തായാലും ജെന്യുവൻലി ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവം അല്ലേ. സോ വേണമെങ്കിൽ അതും സംഭവിക്കും എന്നുള്ളതാണ്. കാരണം എനിക്കറിയാം ലിബിൻ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എബ്രോഡൊന്നും യൂറോപ്പ് രാജ്യത്തൊന്നും കൂടെ അങ്ങനെ പോയിട്ടില്ല അധികം. ഫസ്റ്റ് ടൈമാണ് പാരീസിലേക്ക് പോകുന്നത്. ആൻഡ് തന്നെ കോളേജ് അഡ്മിഷൻ വാങ്ങി തന്നെ അവിടെ പോയി അക്കോമഡേഷൻ കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത ഒരു സംഭവം. എന്തായാലും അതൊരു അപ്രിസിയേഷൻ ഭയങ്കരമായിട്ട്. പിന്നെ ഇവന്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നോ എന്ന് പറയില്ല. അതിപ്പോ എന്താണെങ്കിലും എന്താണെങ്കിലും നോ പറയില്ല. എന്താണെങ്കിലും എവിടത്തെങ്കിലും ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ചു തരാൻ നോക്കും. അങ്ങനെ ആ സൊല്യൂഷനിലാണ് എന്റെ ഫോൺ പോകാൻ പോയത്. മര്യാദയ്ക്ക് ചേട്ടാ എനിക്ക് ആരും ഇല്ല ദുബായിൽ, ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തിനെങ്കിലും ശരിയാക്കാം. എന്നിട്ട് ആരുടെയോ കയ്യില് ഫോൺ കൊടുത്ത് ഞാൻ വിചാരിച്ചു പോയി 1.5 ലക്ഷം രൂപ. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഒരുപാട് ഫ്രഞ്ചുകാരും ഫ്രണ്ട്സും ഇപ്പൊ ആയിട്ടുണ്ടല്ലോ ബന്ധങ്ങളൊക്കെ. ഈ ഫ്രഞ്ചുകാര് പല്ല് തേക്കില്ലേ? തേക്കും, പക്ഷേ ഭയങ്കര വായനാറ്റമാണോ? ചൈനക്കാരെ പോലെ തന്നെയാണ്. എല്ലാവരും പറയാൻ പറ്റില്ല, എല്ലാവർക്കും ആണ്. ഇനി താൻ ഫ്രഞ്ചുകാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണ്ട. നമുക്ക് ഓവറോൾ ഫ്രഞ്ച് പോപ്പുലേഷൻ അങ്ങനെ ഓവറോൾ മൊത്തം ഫ്രഞ്ചുകാർ അങ്ങനെയാണ്. എന്റെ ഒരു എക്സ്പീരിയൻസില് ഞാൻ കുറച്ച് ഇതുപോലെ വഴിയൊക്കെ ചോദിക്കുമ്പോ ചൈനയിൽ ഭയങ്കര പ്രശ്നമാണ്, ഫ്രഞ്ചിലും അതുപോലെയാണ്. കാരണം ഞാൻ കേട്ടിരിക്കുന്നത് ഇവരാരും വാ കഴുകില്ല. അത് കഴിവില്ല, ബ്രഷ് ചെയ്യും അവര്. ബ്രഷ് ചെയ്തോട്ടെ, എല്ലാത്തിലും കഴിച്ചിട്ട് വായ കഴുകുന്ന അല്ല കൈ കഴുകുന്ന ഒരു ഹാബിറ്റ് അവിടെ ഇല്ല. ഫുഡ് കഴിക്കുക, തുടക്കുക, പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രാവിലെ തൊട്ട് ഡേഞ്ചർ സോൺ ആവുന്നത് വൈകുന്നേരം രാത്രി ആവുമ്പോ പോയി സംസാരിച്ചോണ്ടല്ലോ തീർന്നു. രാവിലെ ഒക്കെ ഇനി തൊട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രാവിലെ ഫ്രഞ്ചുകാരോട് അല്ലെങ്കിൽ ചൈനക്കാരോട് ചോദിച്ച് കാര്യമൊക്കെ സോൾവ് ചെയ്ത്. വെള്ളം അലർജി അല്ല, അവിടെ കോൾഡ് കൺട്രീസിലും കൂടുതലും വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും തണുക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പേപ്പർ യൂസ് ചെയ്യണം തണുക്കണോണ്ട്. അതും കൂടെ ആയിരിക്കും കേട്ടോ ചിലപ്പോ കാര്യം. പിന്നെ ഹൈജീനിക്കിന്റെ പറയണ്ട, ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യാലോ അവർക്ക്. അതൊന്നും നടക്കത്തൊന്നുമില്ല, പബ്ലിക് ടോയ്ലറ്റ്സിലൊന്നും അതൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് പോഡ്കാസ്റ്റ്. കുറെ ഇൻസൈറ്റ്ഫുൾ കാര്യങ്ങൾ കിട്ടി. ഇനിയും ഇതുപോലെ നമുക്ക് അടുത്ത ഒരു എരേനെ പിടിക്കാനുണ്ട്. പുള്ളി സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അതൊരു വലിയൊരു എരയാണ്. അപ്പൊ പുള്ളിനെ പിടിച്ചിട്ട് വേണം ഈ സ്വിസ് മലയാളികളുടെ ജീവിതത്തിനെ കുറിച്ച് അറിയാനായിട്ട്. വലിയ ടീമൊക്കെ പുള്ളി എന്റെ വഴി എത്തിച്ചിട്ടുണ്ട്. അത് വേറൊരു സാധനം വെച്ചിട്ടാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പുള്ളി വരട്ടെ.
സോ എന്തായാലും താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. വേറെ ഒരു സൺഡേയിൽ അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ബൈ. കറക്റ്റ് ആണോ വാച്ചിന്റെ തിളക്കം 1,00,000 രൂപയുടെ വാച്ച്